ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറിക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നെറ്റ് എക്സാം എന്ന് പറയുന്നത് പലർക്കും ഇപ്പോഴും ഒരു ബാലികേറ മല തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഹിസ്റ്ററി സബ്ജക്റ്റിനകത്ത്. ആൻഡ് നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്യാതിരിക്കുന്നതിന് പലതായ കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ടോപ്പിക്കിന് പ്രാധാന്യം കൊടുക്കണം, ഏതിന് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നിടത്ത് പറ്റുന്ന ഒരു മണ്ടത്തരമാണ്. ആ ഒരു മണ്ടത്തരം സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മളിൽ പലർക്കും ഇപ്പോഴും നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ള ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റാതെ പോകുന്നത്. സോ നമുക്ക് നോക്കാം ഏതൊക്കെ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് നൽകണം എന്നുള്ളത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, PYQs ബേസ് ചെയ്തിട്ട് ഏതൊക്കെ വർഷത്തിൽ എങ്ങനെയൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളത് കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ചെയ്യുന്നത്. സോ എന്തായാലും നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നെറ്റ് എക്സാമിന് ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ആ ഒരു സംശയം ഈ ഒരു സെഷനോട് കൂടിയിട്ട് തീരുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ഒരു നെറ്റ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഏതാണ്ട് ഒരു ഫ്യൂ ഇയേഴ്സ് ആയിട്ട് 2016 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഹിസ്റ്ററി നെറ്റ് എക്സാം എഴുതുന്ന ഈ ക്വസ്റ്റ്യൻസ് പരിചയമുള്ള ഒരാൾ എന്നുള്ള നിലക്കും, അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ ദ ബെസ്റ്റ് റിസൾട്ട് ഇൻ നെറ്റ് സെക്ടറിൽ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു എംപ്ലോയി ആയിരുന്നു എന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വളരെ കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു നെറ്റ് എക്സാമിന് നമ്മൾ ഏതൊക്കെ ടോപ്പിക് ഹിസ്റ്ററി സബ്ജക്റ്റ് പഠിക്കുമ്പോൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം എന്നുള്ളതാണ്. സോ നമ്മൾ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിൽ, അതായത് 2016 CBSE ആണ് നെറ്റ് എക്സാം നടത്തുന്നത്. ഇപ്പോൾ UGC NT ആണ് UGCക്ക് വേണ്ടിയിട്ട് നെറ്റ് എക്സാം നടത്തുന്നത്. അതായത് CBSE നടത്തുന്ന അന്ന് മുതൽ ചോദിച്ച് വന്നിട്ടുള്ള അതിൻ്റെ ട്രെൻഡിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, അടുത്ത കാലത്ത് പ്രയോറിറ്റൈസ് ചെയ്യാൻ കൂടുതൽ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത്, ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരുപാട് സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് സമയമെടുത്ത് നടത്തിയിട്ടുള്ള റിസർച്ചിൻ്റെ ഒരു ഔട്ട്കമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സെഷന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് ആ ഒരു എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ട്. സോ ലെറ്റ്സ് ബിഗിൻ. ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു എന്താണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കാം. അത്രേ ഉള്ളൂ. നമ്മൾ നെറ്റിൽ ഇതിൽ പലപ്പോഴും നിങ്ങൾക്ക് ഒരു മണ്ടത്തരം പറ്റാൻ സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യും, ഇത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളൊരു തെറ്റിദ്ധാരണ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രയോറിറ്റൈസ് ചെയ്യുക. നെറ്റ് എക്സാം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എൻ ഓഷ്യൻ. നമ്മൾ പരന്ന് കിടക്കുന്ന ഒരു കടലാണ് ശരിക്കും ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏത് ഭാഗത്തു നിന്നും NTA ചോദ്യം ചോദിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നെറ്റ് എക്സാമിൻ്റെ കട്ട് ഓഫ് എത്ര കയറി പോയി കഴിഞ്ഞാലും ഒരു 70% മാർക്കൊക്കെ മതി നമുക്ക് നെറ്റ്, അത് ഹിസ്റ്ററി സബ്ജക്റ്റിൽ JRF വാങ്ങാൻ മതി. അതായത് നെറ്റ് എന്നുള്ള അതിൻ്റെ താഴെയാണ് വരിക. ഈവൻ നിങ്ങൾ ഒരു ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ പോലും മാക്സിമം ഒരു 70% ഒക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. പറഞ്ഞു വരുന്നത്, ഈ കടലിൽ നിന്ന് ഏതറ്റത്ത് അവർ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാലും കുറേ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ സമൃദ്ധമായിട്ട് സ്കിപ്പ് ചെയ്യാമെന്നുള്ളതാണ്. അത് നമ്മൾ തെറ്റിച്ച് കളഞ്ഞെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ, അതായത് ഒരു 30%ഓളം നമുക്ക് എങ്ങനെ തെറ്റിച്ചാലും നമ്മുടെ റിസൾട്ടിനെ അത് ബാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വന്നത്. എന്നാൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമുക്ക് സ്കോർ ചെയ്യേണ്ട ഏരിയ നമ്മൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. സോ വീണ്ടും ഞാൻ പറഞ്ഞു വരുന്നത്രേ ഉള്ളൂ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് പറയുന്നത്. ബാക്കി നിങ്ങൾ ബേസിക് ആയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതാണ്ടൊക്കെ നെറ്റ് എക്സാം പഠിച്ച് റെഡി ആയിട്ടുള്ള ആൾക്കാർ പിന്നീട് നമ്മളൊരു അടുത്തൊരു ലെവൽ ഓഫ് പ്രിപ്പറേഷനിൽ നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയാസാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉൾക്കൊള്ളിക്കുന്നത്. സോ വളരെ ക്രൊണോളജിക്കലി, അതായത് ഏൻഷ്യൻ്റിൽ, മെഡീവലിൽ, ഏർലി മെഡീവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്തിട്ട്, ഡൈനാസ്റ്റീസൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മളൊരു സെഷൻ ചെയ്യുന്നത്. സോ എന്തായാലും വളരെ ക്ഷമയോടെ, കുറച്ച് ലെങ്ത് ആയിട്ടുള്ള സെഷൻ ആണെങ്കിലും അത് ക്ഷമയോട് കൂടിയിട്ട് കേട്ടിരിക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. സോ നമുക്ക് ആ ഒരു ടോപ്പിക് ഡിസ്കഷനിലേക്ക് പോവാം. റീസെൻ്റ് ആയിട്ടുള്ള 2025 ജൂണിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത്
അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പഴയ 2018, 19, 20, 21, 22 സമയത്തൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. ഐ മീൻ ആ ഒരു ഏരിയ ചിലതൊക്കെ നമ്മൾ എന്താ പറയുക റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അശോകൻ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ടേമുകൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ ടേമിനും അവിടെ കൊടുത്തിട്ടില്ല. 1-2 സമയത്തെ എന്നുള്ള രീതിയിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബട്ട് ഐ സ്പെസിഫൈ ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഞാനൊന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. സോ നമുക്ക് നോക്കാം. ഇവിടെ ആൻഷ്യൻ്റ് ഇന്ത്യ, പ്രത്യേകിച്ച് നമ്മുടെ പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി സമയത്തെ ഒരു ക്വസ്റ്റ്യൻ ട്രെൻഡ് എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് പാലിയോളിത്തിക്, മെസോളിത്തിക്, നിയോളിത്തിക് ആൻഡ് അതിനകത്ത് തന്നെ നിയോളിത്തിക് ആൻഡ് മെസോളിത്തിക് സൈറ്റുകൾ. അതായത് നമ്മൾ ഈ പറഞ്ഞ റിമൈൻസ് കണ്ടെത്തിയിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൈറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആൻഡ് മെസോളിത്തിക്കിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും ബാഗർ, അതുപോലെ ഭീംബേദ്ക ഇങ്ങനെയുള്ള പെയിൻറ്റിങ്സ് ഒക്കെയാണ് പൊതുവെ ചോദിക്കാറുള്ളത്. ചിലപ്പോൾ ഭീംബേദ്ക ഏത് സ്റ്റേറ്റിലാണ്, അങ്ങനെയുള്ള നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങളും കണ്ടേക്കാം. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിലാണ് വരാറുള്ളത്. ആൻഡ് നിയോളിത്തിക് ആണ് കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിയോളിത്തിക് സൈറ്റുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ബുർസാവ് എന്നുള്ളത് റിപ്പീറ്റഡ്ലി നേരത്തേക്ക് ചോദിച്ചിരുന്ന ഒരു ഏരിയ ആണ്. അതിനകത്ത് പിഡ് ഡ്വെല്ലിങ്സ് ഉള്ളത് എവിടെയാണ്, കാശ്മീരിലെ നിയോളിത്തിക് സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലെ നിയോളിത്തിക് സൈറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ലാസ്റ്റ് എക്സാമിൽ കണ്ടിട്ടില്ല, ബട്ട് അതിന് മുന്നേ ചോദിച്ചിട്ടുള്ള അടുത്ത എക്സാമുകളിലൊക്കെ സാധ്യത ഉള്ള ഒരു ഏരിയ ആണ് നോർത്ത് ഈസ്റ്റിലെ നിയോളിത്തിക് സൈറ്റുകൾ എന്ന് പറയുന്നത്. അതുപോലെ മെഹർഗഡ്, ചിരാന്ത് തുടങ്ങിയിട്ടുള്ള സൈറ്റുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഫ്യൂ എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ബട്ട് യു ഹാവ് ടു ഗോ ഡീപ്പർ. അതായത് ഇപ്പോൾ ഈ നോർത്ത് ഈസ്റ്റിലെ സൈറ്റുകളൊക്കെ ഞാൻ തന്നെ യൂട്യൂബിൽ ചെയ്തിട്ടുള്ള ഒരുപാട് സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടും. എനിവേസ് വി ആർ ഗോയിങ് ടു മെനി മോർ സെഷൻസ് ഫർദർ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഫർദർ സെഷനിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് അടുത്തത് ഒരു പ്രോട്ടോ ഹിസ്റ്ററിയുടെ ഫേസിലേക്ക് എത്തുന്ന സമയത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് അത് ഇൻഡസ് വാലി ഇറ്റ് സെൽഫ് ഈസ് ആൻ ഓഷ്യൻ എന്നുള്ളതാണ്. അത്രയും പരന്ന് കിടക്കുന്ന വളരെ വലിയൊരു ഏരിയ ആണ് ശരിക്കും ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നെറ്റ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കുറച്ചുകൂടിയൊക്കെ സെലക്റ്റീവായിട്ട് മാറേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. കാരണം നമ്മുടെ പ്രിപ്പറേഷൻ ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് അത് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇവിടെ ഇൻഡസ് വാലി സൈറ്റിലേക്ക് സ്പെസിഫിക്കലി വരികയാണെങ്കിൽ അതിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് അവിടെയുള്ള സൈറ്റുകളാണ്. അതായത് ഹരപ്പ, മോഹൻജദാരോ, കാലിബംഗാൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സൈറ്റുകൾ, സൈറ്റിൻ്റെ ഫീച്ചേഴ്സ്. ഇപ്പോൾ ഇവിടെ ധോളവീര, അതായത് വാട്ടർ റിസർവോയർ കണ്ടെത്തിയത് എവിടെയെന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കാളിബംഗാനെ സംബന്ധിച്ച് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ ഉഴുത് മറിച്ചിട്ടുള്ള നിലം കണ്ടെത്തിയിട്ടുള്ളത് എവിടെയാണ്, അതുപോലെ ഫയർ ആൽത്താർ കണ്ടെത്തിയിട്ടുള്ള എവിടെയാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ്ലി ചോദിക്കാറുണ്ട്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സൈറ്റുകളിൻ്റെ അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. അത് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്, ഏത് വർഷത്തിലാണ്, അതിൻ്റെ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മോണമെൻറ്റ്സ് എന്താണ് അല്ലെങ്കിൽ റിമൈൻസ് എന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ്ലി പല തവണകളിൽ ചോദിച്ചിട്ടുണ്ട്. അതിന് അടുത്തൊരു ഇൻഡസ് വാലി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് പലപ്പോഴും സ്റ്റേറ്റ്മെൻറ്റുകളിൽ കയറി വരുന്നതാണ് ട്രേഡ് റിലേഷൻ എന്ന് പറയുന്നത്. ഇൻഡസ് വാലി സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവിടെയുള്ള കച്ചവടം എന്ന് പറയുന്നത്, അവിടെയുള്ള മെസൊപ്പൊട്ടേമിയൻസുമായിട്ടുള്ള കച്ചവടം, ഇൻഡസിനകത്തുള്ള കച്ചവടം, അവരുടെ ഈ പറഞ്ഞ ട്രേഡ് ആൻഡ് സ്റ്റീല് ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ ബെറിയൽ പ്രാക്ടീസ്, ഇൻഡസ് വാലിയിലെ ഡിഫറെൻറ്റ് സൈറ്റുകളിൽ ഡിഫറെൻറ്റ് മോഡ് ഓഫ് ബെറിയൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഡോഗിൻ്റെ കൂടെ ബെറി ചെയ്തിട്ടുള്ളത് എവിടെയാണ്, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്. കഫിൻ ബെറിയൽ എവിടെയാണ് ഉണ്ടായിരുന്നത്, സിമെട്രി എച്ച് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇതും ബെറിയൽ പ്രാക്ടീസൊക്കെ നമ്മൾ വളരെ വൃത്തിയായിട്ട് ഓരോ സൈറ്റും എന്തായിരുന്നു എന്നുള്ളത് തന്നെ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിലോ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തൊരു ഏരിയ ആണ് ഇൻഡസ് വാലിയുടെ ഡീക്ലൈൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഡസ് വാലി എന്ന് പറയുന്നത് ഒരുപാട് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ബാക്ക് നടന്നിട്ടുള്ള ഒരു ഇവൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡീക്ലൈൻ എങ്ങനെയാണ് എന്നുള്ളത് ഇന്ന കാരണത്താലാണെന്ന് പ്രിസൈസ്ലി നമുക്ക് പറയാനൊന്നും പറ്റില്ല. അതാണ് ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദർ ആർ ലോട്ട് ഓഫ് എക്സ്പ്ലനേഷൻ, ഒരുപാട് തിയറീസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ ഡ്രൗട്ട് ഉണ്ട്, ഫ്ലഡ് ഉണ്ട്, അതുപോലെ തന്നെ ഈ എപ്പിഡമിക്സ് ഉണ്ട്. അപ്പോൾ ഈ തിയറീസൊക്കെ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ള സ്കോളേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളതും NTA ചോദിക്കാറുണ്ട്. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ഇതൊക്കെ നമ്മുടെ പ്രിപ്പറേഷനിൽ നമ്മൾ
പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയാസ് ആണ്. അടുത്തത് നമ്മൾ പ്രോട്ടോ ഹിസ്റ്ററിയും പ്രീ ഹിസ്റ്ററിയും കഴിഞ്ഞിട്ട് നേരെ ആൻഷ്യൻ്റ് ഇന്ത്യയിലെ വേദിക് പീരീഡിലേക്ക്, അതായത് നമ്മുടെ ഇൻഡസിന് ശേഷം എന്ത് ചെയ്യുന്നു, വേദിക് പീരീഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് നമുക്ക് ഏർലി വേദിക്, ലേറ്റർ വേദിക്, അതിൻ്റെ ഒരു ബേസിക് സാധനം എങ്ങനെ പോയാലും നിങ്ങൾ പഠിക്കണം, അതിൽ യാതൊരു സംശയമല്ല. ഓക്കെ, നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ഷോർട്ട് കട്ടൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ ഇൻഡസ് വാലിയിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ഇൻഡസ് വാലിക്ക് ശേഷം വേദിക് പീരീഡ് വരുന്ന സമയത്ത് തുടക്കത്തിൽ അവർ എവിടെയാണ് സെറ്റിൽ ചെയ്തിരുന്നത്, അവർ സപ്ത സിന്ധു റീജിയനിലായിരുന്നു. ആ സമയത്ത് അവർ എക്കണോമി എങ്ങനെയായിരുന്നു, പോളിറ്റി എങ്ങനെയായിരുന്നു, ദെൻ പിന്നീട് അവർ ഗാംഗറ്റിക് പ്ലെയിനിലേക്ക് ഏത് സമയത്താണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്, അവിടുത്തെ എക്കണോമിക്ക് എന്ത് ചേഞ്ചാണ് വന്നിട്ടുള്ളത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കണം, അതിൽ യാതൊരു സംശയമില്ല. ബട്ട് അലോങ് വിത്ത് ദാറ്റ് വി ഹാവ് ടു സ്പെസിഫൈ, അല്ലെങ്കിൽ വി ഹാവ് ടു ബി മോർ പ്രിസൈസ്. ഏത് ഭാഗത്തിനെ സംബന്ധിച്ചാൽ ഈ ഒരു വേദിക് പീരീഡിലെ ഒരുപാട് ടേംസ് ഉണ്ട്, ഒരുപാട് ടെർമിനോളജീസ് ഉണ്ട്. അവിടെയുള്ള പൊളിറ്റിക്കൽ സെറ്റപ്പുമായിട്ട് ബന്ധപ്പെട്ട് സഭ, സമിതി, സഭയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു, സമിതിയും സഭയും എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ട് കിടക്കുന്നത്, അതുപോലെ തന്നെ അവിടെ പുരോഹിത, സേനാനി, രാജൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടൈറ്റിൽസ് ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് ഏരിയാസ് നമുക്ക് നോക്കാനായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് എക്സാമ്പിൾ മാത്രം കൊടുത്തു എന്നേ ഉള്ളൂ. അവിടെയുള്ള കുറേ ടേംസ്, ടെർമിനോളജീസ്, എന്താണ് ദുഹിത്രി എന്ന് പറയുന്നത്, ഗവിഷ്ടി എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് ടേമുകളുണ്ട്. ജസ്റ്റ് ബേസിക് ടേംസ് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഒരു ഡീറ്റെയിലേക്ക് ഞാൻ ഇപ്പോൾ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിവേസ് അത് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ ഒരു ഏർലി വേദിക്കിന് ശേഷം എന്ത് ചെയ്യുന്നു, ലേറ്റർ വേദിക്കിലേക്ക് വരുന്ന സമയത്ത് വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ പോളിറ്റിയിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു, സൊസൈറ്റിയിൽ ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു, സഭ, സമിതി, ഇതിനൊക്കെ എന്തൊക്കെ ചേഞ്ചുകളാണ് വന്നിട്ടുള്ളത്, സ്ത്രീകളുടെ അവസ്ഥയിൽ എന്ത് മാറ്റങ്ങളൊക്കെ വന്നു, അതുപോലെ തന്നെ അവരുടെ എക്കണോമി എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കാറ്റിൽ വെൽത്ത് എന്നുള്ളത് മാറിയിട്ട് ലാൻഡ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് വെൽത്ത് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചുകൾ, ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ജനപദ എന്ന് പറയുന്നത്. ഈ ജനപദാസ് ലേറ്റർ വേദിക് സമയത്ത് ഡെവലപ്പ് ചെയ്തു വരുന്നു. അതുപോലെ തന്നെ അയണിൻ്റെ യൂസേജ്, ഇങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഈ ജനപദാസ് പിന്നീട് അടുത്തൊരു ഘട്ടമാകുമ്പോഴേക്ക് എന്ത് ചെയ്യുന്നു, അത് ജനപദങ്ങൾ തമ്മിൽ കൂടി ചേർന്ന് മഹാജനപദങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് അടുത്ത ഒരു ഇമ്മീഡിയറ്റ് ക്രോണോളജിക്കൽ ഫേസ് എന്ന് പറയുന്നത് മഹാജനപദാസ് ആണ്. പക്ഷേ ഈ ഒരു ഏർലി വേദിക്കിൻ്റെ എൻഡിൽ സംഭവിക്കുന്ന മറ്റൊരു ചേഞ്ചാണ്, നമുക്കെല്ലാവർക്കും അറിയാം, ഏർലി വേദിക് അല്ല, ലേറ്റർ വേദിക്. ഓക്കെ, ലേറ്റർ വേദിക്കിൻ്റെ അവസാനത്തിൽ നടക്കുന്ന മറ്റൊരു ചേഞ്ചാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ വേദിക് റിലീജിയൻ എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നു. സാക്രിഫൈസുകൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നു. റിലീജിയൻ ബിക്കെയിം എക്സ്പെൻസീവ് ആൻഡ് മോർ പീസ്റ്റ് ഓറിയൻറ്റഡ് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ കോമൺ പീപ്പിൾ വെർ നോട്ട് വെരി ഹാപ്പി വിത്ത് ദി വേദിക് റിലീജിയൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്നു, അവിടെ പുതിയ പുതിയ ആശയധാരകൾ ഉയർന്നു വന്നു എന്നുള്ളതാണ്. സോ ഈ ഒരു ലേറ്റർ വേദിക്കിൻ്റെ ഒരു ലാസ്റ്റ് ഫേസിൽ എന്ത് ചെയ്യുന്നു, പുതിയ പുതിയ ഐഡിയോളജീസ് വരുന്നു. അതായത് 6th സെഞ്ച്വറി റണൈസൻസ് നമ്മൾ പറയാം, 6ാം നൂറ്റാണ്ടിൽ, 6th സെഞ്ച്വറി BC. സോ ഈ സമയത്ത് ഇന്ത്യയിൽ എമേർജ് ചെയ്ത് വന്നിട്ടുള്ള ഏതാണ്ട് 62 ഹെറ്ററോഡോക്സ് സെക്റ്റുകൾ ഉണ്ട്. ഇതിൽ നമ്മൾ നെറ്റ് എക്സാമിൻ്റെ ഒരു ആസ്പെക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിസം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ജൈനിസം അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കുറഞ്ഞതാണെങ്കിലും അജീവികാസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ കൂട്ടത്തിൽ വരാൻ സാധ്യതയുള്ള, പ്രത്യേകിച്ച് പേപ്പർ വണ്ണിലൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ചാർവാകാസ് എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റീരിയലിസ്റ്റ് ഫിലോസഫി എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട്. സോ എന്തായാലും ചാർവാകാസ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് ബുദ്ധിസത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് ബുദ്ധിസത്തിൻ്റെ കൗൺസിൽസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിസം, ബുദ്ധിസ്റ്റ് ഫിലോസഫി, ഇങ്ങനെയുള്ള സാധനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ബുദ്ധിസത്തിൻ്റെ ഒരു അടുത്തൊരു ലെവലിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ബുദ്ധിസം സ്പ്ലിറ്റ് ആവുന്നുണ്ട്, ഹീനയാന, മഹായാന എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മഹായാന എന്ന് പറയുന്ന ലാർജർ വെഹിക്കിൾ അല്ലെങ്കിൽ ഗ്രേറ്റർ വെഹിക്കിൾ എന്നുള്ളതാണ്. സോ അതിന് കൂടുതൽ പ്രാധാന്യം വരുന്നുണ്ട്. മഹായാന പിന്നെയും ഒന്നുകൂടി ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വജ്രയാന വരുന്നുണ്ട്, താന്ത്രയാന എന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിസത്തിൻ്റെ ഒരുപാട് ഫോമുകൾ വരുന്നുണ്ട്. പിന്നെ ബുദ്ധിസത്തിനെ പ്രൊമോട്ട് ചെയ്ത റൂളറാണ് അശോക എന്ന് പറയുന്നത്, അതുപോലെ കനിഷ്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റൂളേഴ്സിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കണം, അവരുടെ കോൺട്രിബ്യൂഷൻ ടു ദ ബുദ്ധിസം എന്നുള്ളത്. പിന്നെ ബുദ്ധിസ്റ്റ് നൺ, അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് മോങ്സ്, ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതുപോലെ കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഏരിയയാണ് ബോധിസത്വാസ് എന്ന് പറയുന്നത്, ബോധിസത്വ. ഓക്കെ, ഇപ്പോൾ വജ്രപാണി ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ബോധിസത്വാസ് ഉണ്ട്, അവലോകിതേശ്വര, ഇവരുടെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് എക്സാമിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഒരു സംഗതി എന്ന് വെച്ചാൽ ജൈനിസമാണ്. ജൈനിസത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, ദർ ആർ 24 തീർത്ഥങ്കരാസ്, അല്ലേ? 24 തീർത്ഥങ്കരാസ് ആണ് ഇതിനുള്ളത്, ജൈനിസത്തിനുള്ളത്. ആൻഡ്
നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ 24 തീർത്ഥങ്കരാസിനും 24 സിമ്പിൾസ് ഉണ്ട്. പല എക്സാമിലും പഴയ എക്സാമിലൊക്കെ കൂടുതലായിട്ട് ചോദിച്ചിരുന്ന ഒരു ഏരിയ ആണ് ഈ 24 തീർത്ഥങ്കരാസും അതിൻ്റെ സിമ്പിൾസും. അതിനകത്ത് 1, 2, 4, 5 അല്ലെങ്കിൽ 1, 2, 23, 24 എന്നൊക്കെ പറഞ്ഞുള്ള തീർത്ഥങ്കര ആൻഡ് ദെയർ സിമ്പിൾസ് മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ ബുദ്ധിസത്തിൻ്റെ പോലെ തന്നെ ജൈനിസത്തിനും കൗൺസിൽസ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ പറഞ്ഞ 12 അങ്കാസ് എന്നൊക്കെ പറഞ്ഞിട്ട് പൂർവാസ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ കമ്പയർ ചെയ്തിട്ടുള്ളത് ഏത് സെഷനിലാണ്, എവിടെ വെച്ചിട്ടാണ്, വല്ലഭിയിൽ എന്നാണ് നടന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാജനപദാസിനെ സംബന്ധിച്ച് പറയുന്ന 2 ടെക്സ്റ്റുകളിൽ ഒന്നാണ് ഭഗവതി സൂത്ര, മറ്റൊന്നാണ് അംഗുത്തര നികായ എന്ന് പറയുന്നത്. സോ അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പല സമയത്തും പല രീതിയിലും എക്സാമിന് വന്നിട്ടുണ്ട്. പിന്നെ അജീവികാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയതി ഡോക്ട്രിൻ അതുപോലെ അവരുടെ സോഴ്സുകളൊക്കെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ബുദ്ധിസവും ചൈനീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ദിയർ ഫിലോസഫി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല എക്സാമിലും വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ബുദ്ധിസം ഒക്കെ പഠിക്കുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ലേൺ ദ ബേസിക് തിങ്സ് ലൈക്ക് ബുദ്ധൻ്റെ മദർ ആരായിരുന്നു, ബുദ്ധൻ എവിടെ ജനിച്ചു, ഏത് സമയത്ത് ബുദ്ധൻ്റെ ആ ഒരു പാസ്റ്റ്, ഐ മീൻ അയാൾ എന്തൊക്കെ കണ്ടിട്ടാണ് പിന്നീട് ഒരു അസെറ്റിക് ഫോമിലേക്ക് മാറുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കന്ന് വരാവുന്ന സംഗതികളാണ് കേട്ടോ. ബട്ട് സ്റ്റിൽ PYQൻ്റെ ട്രെൻഡ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് ഏരിയാസ് സ്പെസിഫിക്കലി പറഞ്ഞു എന്ന് മാത്രം. അടുത്തതാണ് ഏൻഷ്യൻറ്റ് ഇന്ത്യ. ഏൻഷ്യൻറ്റ് ഇന്ത്യയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു ജനപദാസിന് എന്ത് ചെയ്യുന്നു, മഹാജനപദങ്ങളായിട്ട് മാറുന്നു. അവിടെ എന്തുണ്ടായിരുന്നു, there were 16 മഹാജനപദാസ്, 16 മഹാജനപദാസ് ഉണ്ട്. എക്സാമിലേക്ക് വരികയാണെങ്കിൽ PYQയിൽ പലതവണ പല രീതിയിൽ ചോദിച്ചിട്ടുള്ള ഏരിയയാണ് മഹാജനപദാസ്. സ്പെസിഫിക്കലി ദർ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടൗൺ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടൗൺ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഒരു ടൗൺ എന്തായാലും ക്യാപിറ്റലായിട്ട് തന്നെയാണ് വരാറുള്ളത്. സോ ഇഫ് യു നോ ദ ക്യാപിറ്റൽ യു ക്യാൻ ഈസിലി ആൻസർ ദറ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. അതിൻ്റെ അടുത്തത് റീജിയണലി, അതായത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് റീജിയൻ എന്നുള്ളതാണ്. നോർത്തേൺ മോസ്റ്റ്, സദേൺ മോസ്റ്റ്, ഈസ്റ്റേൺ മോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട്. അല്ലെങ്കിൽ ജോഗ്രഫിക്കലി അറേഞ്ച് ചെയ്യാനായിട്ട് വരും. നോർത്ത് നിന്ന് സൗത്തിലേക്ക് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ സൗത്ത് നിന്ന് നോർത്തിലേക്ക് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ വെസ്റ്റ് നിന്ന് ഈസ്റ്റിലേക്ക് അറേഞ്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഒരു 5-6 മഹാജനപദാസ് കൊടുക്കും, ഓപ്ഷൻസും കൊടുക്കും എന്നുള്ള ഒരു സംഗതി ഉണ്ട്. സോ അതിന് ജോഗ്രഫിക്കലി ആൻഡ് അതിൻ്റെ ക്യാപിറ്റലൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം. ആൻഡ് ഓൾസോ മഗധയുടെ, അതായത് 16 മഹാജനപദാസിൽ നിന്ന് മഗധ ഒരു ഇമ്പോർട്ടൻ്റ് മഹാജനപദയായിട്ട് മാറുന്നു. മഗധയിലെ റൂളേഴ്സ്, മഗധയിലെ ഡൈനസ്റ്റീസ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ അടുത്തൊരു ഫേസിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മൗര്യൻ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. നന്ദ ഡൈനസ്റ്റീനെ ഡിഫീറ്റ് ചെയ്തിട്ട് കൗടില്യൻ്റെ സഹായത്തോടു കൂടി ചന്ദ്രഗുപ്ത മൗര്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹി എസ്റ്റാബ്ലിഷ്ഡ് മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ്. സോ മൗര്യാസിനെ സംബന്ധിച്ച് എക്സാമിന് പൊതുവേ ചോദിക്കുന്ന ഏരിയ എന്ന് വെച്ചാൽ മൗര്യാസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അതിൻ്റെ ഒഫീഷ്യൽസ് എന്നുള്ളതാണ്. അതിനകത്ത് കുപ്യാധ്യക്ഷ എന്ന് പറയുന്ന ആരായിരുന്നു, അല്ലെങ്കിൽ പന്യാധ്യക്ഷ എന്ന് പറയുന്നത് ആരായിരുന്നു, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. അതുപോലെ അവരുടെ എസ്പിയനേജ് സിസ്റ്റത്തെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പിന്നെ മൗര്യാസിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത് അക്കാലത്തെ വിവരങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് അർത്ഥശാസ്ത്ര. സോ അർത്ഥശാസ്ത്രത്തിൽ സ്ത്രീ തന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടോ, അർത്ഥശാസ്ത്രത്തിൽ അത് പറഞ്ഞിട്ടുണ്ടോ, ഇത് പറഞ്ഞിട്ടുണ്ടോ, അർത്ഥശാസ്ത്രത്തിൽ രാജാവ് എത്ര നേരം ഉറങ്ങണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, രാജാവ് ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ ബെഡ്റൂം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടോ, അതുപോലെ തന്നെയുള്ള ഒരുപാട് മൗര്യ അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട് അർത്ഥശാസ്ത്രം, അതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ വുമൺ എന്താണ് പറയുക ബോഡി ഗാർഡ്സ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറഞ്ഞു വന്നത് അർത്ഥശാസ്ത്രത്തിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എവിടെ നിന്നാണ് അർത്ഥശാസ്ത്രം കിട്ടിയത്, എന്നാണ് അർത്ഥശാസ്ത്രം കിട്ടിയത്, പഠിച്ച റോൾ ഓഫ് ശ്യാമശാസ്ത്രി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരു സംശയമല്ല. പിന്നെ അതിനകത്ത് പറയുന്ന ഈ ഒഫീഷ്യൽസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ദെൻ അടുത്തത് അശോകയുടെ ഇൻസ്ക്രിപ്ഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബുദ്ധിസത്തിൻ്റെ കോൺസ്റ്റന്റൈൻ എന്നാണ് ആരറിയപ്പെടുന്നത്, അശോക ചക്രവർത്തിനെ അറിയപ്പെടുന്നത്. ബുദ്ധിസം ഒരു ലോകമതമായിട്ട് മാറ്റിയെടുത്തതിൽ അശോകൻ്റെ എന്താണ് പറയുക റോൾ എന്ന് പറയുന്നത് അത്രയും ദ ഗ്രേറ്റസ്റ്റ് റോൾ ഹീ ഈസ് ഹാവിങ്, എന്താണ് പറയുക മേക്കിംഗ് ബുദ്ധിസം ആസ് എ വേൾഡ് റിലീജിയൻ എന്നുള്ളതാണ്. പറഞ്ഞു വന്നത് അശോകൻ്റെ ആ ഒരു റോള് മാത്രമല്ല, എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അശോകൻ്റെ റോക്ക് എഡിക്റ്റുകൾ, അതുപോലെ മേജർ മൈനർ റോക്ക് എഡിക്റ്റുകൾ, പില്ലർ എഡിക്റ്റ് എന്നുള്ളതൊക്കെ തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് 13th മേജർ റോക്ക് എഡിക്റ്റ് എന്ന് പറയുന്നത്. കലിംഗ, അതുപോലെ കലിംഗ വാറിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ഈ ഇൻഡോ ഗ്രീക്ക് അല്ലെങ്കിൽ മറ്റുള്ള പുറത്തുനിന്നുള്ള റൂളേഴ്സിനെ സംബന്ധിച്ച്, ഹെലനിക് കിങ്സിനെ സംബന്ധിച്ച് പറയുന്നത്, ഇതൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എഡിക്റ്റാണ് 13th മേജർ റോക്ക് എഡിക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ മറ്റു എഡിക്റ്റുകൾ, അതിൽ ഓരോന്നിലെയും കണ്ടന്റ്, അതിൻ്റെ തീം എന്താണ്, ലാംഗ്വേജ് എന്താണ്, ഡ്യുവൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പറയുക മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള
ഇൻസ്ക്രിപ്ഷൻസ് ഏതൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്. ലൊക്കേഷൻസ് ഏതാണ്, അതുപോലെ തന്നെ ഏത് ഇൻസ്ക്രിപ്ഷനകത്താണ് അശോക എന്നുള്ള പേര് പറയുന്നത്, മസ്കി, നിട്ടൂർ, ഗുജറം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ആൻഡ് വി ആർ മൂവിങ് ഫോർവേഡ്. പോസ്റ്റ് മൗര്യൻ പീരീഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരുപാട് ഡൈനസ്റ്റീസ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, മൗര്യാസിന് ശേഷം പോസ്റ്റ് മൗര്യ പീരീഡിൽ ദേർ മെനി ഡൈനസ്റ്റീസ്. ആൻഡ് അതിനകത്ത് ഇൻഡോ ഗ്രീക്സ്, ഷഗാസ്, കുഷാനാസ്, ഹൂണാസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡൈനാസ്റ്റീസ് വരുന്നു. ദെൻ ശുങ്കാസ്, കൻവാസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇൻഡിജിനസ് ഡൈനാസ്റ്റീസ് വരുന്നു. പറഞ്ഞു വന്നത് ഈ ഡൈനാസ്റ്റീസ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻ, അതിലെ പ്രധാനപ്പെട്ട റൂളേഴ്സ്, അവരെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ കുഷാനാസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം കനിഷ്ക, അതുപോലെ തന്നെ മറ്റു റൂളേഴ്സിനെയൊക്കെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ കനിഷ്കൻ്റെ കോൺട്രിബ്യൂഷൻ, സ്പെസിഫിക്കലി കനിഷ്കൻ ബിൽഡ് ചെയ്തിട്ടുള്ള സിറ്റി ഏതായിരുന്നു, കനിഷ്കൻ്റെ മഹായാന ബുദ്ധിസത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ, കനിഷ്കൻ്റെ സമയത്തുണ്ടായിരുന്ന ബുദ്ധിസ്റ്റ് മോങ്ക്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ വി ഹാവ് ടു ബി, നമ്മളെന്താണ് പറയല്, ഒരു കുഷാന ഡൈനസ്റ്റിനെ പറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കനിഷ്കനെ മസ്റ്റായിട്ടും വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. മൗര്യൻ ഡൈനസ്റ്റി പഠിക്കുന്ന സമയത്ത് അശോകനെ പറ്റി നന്നായിട്ട് പഠിക്കണം. അതാണ് നമ്മളൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമ്മളിതെല്ലാം പഠിക്കും, പക്ഷേ എവിടെ നമ്മൾ ഫോക്കസ് ചെയ്യണം, എവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. അതിൻ്റെ അടുത്ത ഗുപ്ത റൂളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യേകിച്ച് സമുദ്രഗുപ്ത ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ചന്ദ്രഗുപ്ത സെക്കൻഡ്, വിക്രമാദിത്യ എന്ന് പറയുന്നത് അയാളുടെ റോള്, അതുപോലെ ഇവർ സ്വീകരിച്ചിരുന്ന ടൈറ്റിലുകൾ, ഇവരുടെ കോയിൻസ്, ആൻഡ് ആ സമയത്തുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള ഡെവലപ്മെൻറ്റ്സ്. ആ സമയത്ത് വിക്രമാദിത്യ സെക്കൻഡ്, ചന്ദ്രഗുപ്ത വിക്രമാദിത്യ അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത സെക്കൻഡ്, അയാളുടെ കോർട്ടിലുണ്ടായിരുന്ന നവരത്നാസ് ആരൊക്കെയായിരുന്നു, അവരുടെ കോൺട്രിബ്യൂഷൻ, ആര്യഭട്ട, വരാഹമിഹിര, ചരക, സുശ്രുത ഇവരെയൊക്കെ സംബന്ധിച്ച്, അതുപോലെ അവരുടെ വർക്ക്, അവരുടെ ഏരിയ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു ലിറ്ററേച്ചറിനകത്ത് കാളിദാസ, ബാണ, അതുപോലെ ഭാസ ഇവരൊക്കെ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ, ബാണയൊക്കെ പിൽക്കാലത്ത് വരുന്നതാണ്. എനിവേസ് പറഞ്ഞു വന്നത് ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷനൊക്കെ നെറ്റ് എക്സാമിൽ പലപ്പോഴും മാച്ച് ദ ഫോളോയിങ്ങിൽ അവരുടെ വർക്കിനെ സംബന്ധിച്ച്, അവരുടെ ഡ്രാമ ഏതാണ്, ഈ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ആർട്ട് എന്നുള്ളതാണ്. അതായത് ഗാന്ധാര, മധുര ആർട്ട്, ദ്രാവിഡ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആർട്ടുകൾ, ഒരുപാട് എന്താണ് പറയല്, കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയ ഉണ്ട്. അമരാവതി, അതുപോലെ സ്തൂപ, അതുപോലെ തന്നെ എന്താണ് പറയല്, അവിടെ ഉണ്ടായിരുന്ന വിഹാരാസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കൺസ്ട്രക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയാസും ക്വസ്റ്റ്യനിൽ പലപ്പോഴും പല രീതിയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ബ്രാക്കറ്റിലൂടെ കൊടുത്തിട്ടുണ്ട് ഏത് വർഷത്തിലേക്കാണ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതെന്നൊക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആ ഒരു PYQ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടെത്താവുന്നതാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഞാനത് പറയുന്നത് വെറുതെ വിളിച്ച് പറയല്ല എന്നുള്ളത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഇത് നിങ്ങൾ ഓൾറെഡി PYQ നോക്കിയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇതിങ്ങനെ വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. പിന്നെ ക്രോസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയ എന്താണ് പറയുക, ചെറിയൊരു ഓർമ്മശക്തി അവിടെ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, എനിവേസ് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അടുത്തത് കോയിൻസ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സമുദ്രഗുപ്തനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീണ ടൈപ്പ് കോയിൻസ്, അതുപോലെ ആർച്ചർ ടൈപ്പ് കോയിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോയിൻസ് ഉണ്ട്. സോ അവരുടെ കോയിൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പ്യുവർ ഗോൾഡ് കോയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കനിഷ്ക, അതുപോലെ തന്നെ കുഷാനാസ്, അതുപോലെ തന്നെ ഗുപ്താസിനൊക്കെ സംബന്ധിച്ച് ഗോൾഡ് കോയിൻ ആരുതിലാണ് കൂടുതൽ ഗോൾഡ് ഉണ്ടായിരുന്നത്, അല്ലതാണ് ഗോൾഡ് കോയിൻ്റെ എണ്ണം കൂടുതലുണ്ടായിരുന്നു പറഞ്ഞിട്ടുള്ള ഒരുപാട് ഏരിയ വരുന്നുണ്ട്. സോ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ പഠിക്കണം ഗുപ്ത കോയിൻസിനെ സംബന്ധിച്ച്, കുഷാന കോയിൻസിനെ സംബന്ധിച്ച്. ദെൻ അവിടെയുള്ള ലോ, അതായത് മനുസ്മൃതി, അതുപോലെ ധർമ്മശാസ്ത്ര ടെക്സ്റ്റുകൾ, ഇതൊക്കെ സോഴ്സിനകത്ത് വരുന്നതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മളതൊക്കെ എന്ത് ചെയ്യണം, വൃത്തിയായിട്ട് നോക്കിയിട്ട് തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം ഈ ഒരു സൊസൈറ്റിയിലേക്ക് വരികയാണെങ്കിൽ വർണ്ണ, ആശ്രമ സിസ്റ്റം, അതുപോലെ സംസ്കാര, ഇതൊക്കെ ഒരു വേദിക് പീരീഡായിട്ട് ലിങ്ക് ചെയ്യേണ്ടതാണ്. സോ ഇങ്ങനെയുള്ള ഒരുപാട് ഏരിയാസ് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വരും. ആശ്രമ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ആശ്രമ വാസ് കമ്പൽസറി ഓർ നോട്ട്, അല്ലെങ്കിൽ വുമൺ ഓർ എക്സ്ക്ലൂഡഡ് ഓർ ഇൻക്ലൂഡഡ്, ആൻഡ് വാട്ട് അബൌട്ട് ദി ലോവർ കാസ്റ്റ്, ഇതൊക്കെ നമ്മുടെ ചർച്ചയിൽ, നമ്മുടെ പഠനത്തിൽ വരേണ്ട ഏരിയാസ് തന്നെയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം പോസ്റ്റ് മൗര്യ, അതുപോലെ ഗുപ്ത ഇറക്ക് ശേഷം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഏർലി മിഡീവൽ അല്ലെങ്കിൽ പോസ്റ്റ് ഗുപ്ത പീരീഡിലേക്ക് നമ്മൾ എത്തുന്നു. സോ ഏർലി മിഡീവൽ, പ്രത്യേകിച്ച് ഏർലി മിഡീവൽ സമയത്ത് ഒരുപാട് ഡൈനസ്റ്റീസ് എമേർജ് ചെയ്ത് വന്നിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ ചോളാസ്, ചേരാസ്, പാണ്ഡ്യാസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡൈനസ്റ്റീസ്. ആൻഡ് നോർത്തിലും നമുക്ക് എല്ലാവർക്കും അറിയാം ചാലൂക്യ, രാഷ്ട്രകൂട, പല്ലവ,
ഇങ്ങനെയുള്ള ഒരുപാട് ഡൈനസ്റ്റീസ് വരുന്നു. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ എമോവ് ചെയ്ത് വന്നിട്ടുള്ള ഡൈനസ്റ്റികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ യൂണിറ്റ് 3യിൽ വരുന്ന ഏരിയാസ് ആണിത്. ആൻഡ് ഈ നമ്മുടെ ഡൈനസ്റ്റീസിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള റൂളേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ദെയർ കോൺട്രിബ്യൂഷൻ. ആൻഡ് എല്ലാ ഡൈനസ്റ്റിയും പഠിച്ചിട്ട് പോവുക എന്നുള്ളത് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ബട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ PYQs എടുക്കുക, അതിനകത്ത് ചോദിച്ചിട്ടുള്ള ഡൈനസ്റ്റീസ് നോക്കുക. നമ്മൾ ഇപ്പോൾ ഷഗാസ് നേരത്തെ വരുന്നതാണ്, ബട്ട് അവരൊക്കെ സംബന്ധിച്ച് ഒരുപാട് ആന്ധ്രപ്രത്യാസ് എന്ന് പറയുന്ന ആരാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള ഏർലി മീഡിയവിൽ പ്രത്യേകിച്ച് വന്നിട്ടുള്ള ഡൈനസ്റ്റീസ് ഏതൊക്കെയാണ് ആൻഡ് അവരുടെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുക. അതിന് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് ശരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതല്ലാതെ നമ്മൾ എല്ലാ ഡൈനസ്റ്റീസും നമ്മൾ എന്താണ് പറയുക ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് പഠിക്കാൻ പോകുന്ന സമയത്ത് ഇറ്റ് വിൽ കൺസ്യൂം എ ലോട്ട് ഓഫ് ടൈം. സോ നമ്മൾ എന്ത് ചെയ്യണം, ടൈം എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പലപ്പോഴും നിങ്ങളൊരു പെർട്ടിക്കുലർ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം, PYQ എടുക്കുക, അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഏരിയക്ക് വേണ്ട മെറ്റീരിയൽ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇഗ്നോയുടെ സോഴ്സുകളൊക്കെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതികൾ തന്നെയാണ്. അല്ലാത്ത മീൻസ് ഷോർട്ട് ആയിട്ടുള്ള ബിറ്റ്സും വളരെ ഹെൽപ്ഫുൾ ആണ്. എനിവേസ് അടുത്തത് വരുന്നത് ഇൻസ്ക്രിപ്ഷൻസ് ആണ്. അതിനകത്ത് ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, രവികീർത്ത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ അലഹാബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ, ഈറൻ പില്ലർ ഇൻസ്ക്രിപ്ഷൻ, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരുപാട് എക്സാമിൽ ചോദിച്ചിട്ടുള്ള സംഗതികൾ തന്നെയാണ് ഈറൻ ഇൻസ്ക്രിപ്ഷൻ. അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയാണ് പ്രധാന തീം എന്ന് പറയുന്നത്, ഏത് റൂളറിൻ്റെതാണ് ആൻഡ് ആരാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പല സമയത്തും പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സൗത്ത് ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് വരികയാണെങ്കിൽ നമ്മളൊരു സംഘം ഏജ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സംഘം ലിറ്ററേച്ചർ, അതുപോലെ തിണൈ സിസ്റ്റം, ഓരോ തിണയിലെ ആൾക്കാരെങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സിലപ്പതികാരം, മണിമേഖല, അതിൻ്റെ തീം, അതിന് ഏതിനാണ് ഒരു ജൈൻ ഫ്ലേവർ, ഏതിനാണ് ഒരു ബുദ്ധിസ്റ്റ് ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഇതിനൊന്നുകൂടി മേലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം അയൺ ഏജ് സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ചാണ് മെഗാലിത്തിക് ബറിയൽസ് അല്ലെങ്കിൽ മെഗാലിത്തിക് മോണുമെന്റ്സ് എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ചും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആ ഒരു ബറിയലിനെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടത് ഏതൊക്കെയായിരുന്നു ഈ ഒരു മോണുമെന്റ്സ് എന്നുള്ളതാണ്. പിന്നെ പലതും നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു യൂട്ടിലിറ്റി ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ അത്ര തന്നെ അത് ഹെൽപ്ഫുൾ ആവില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് പറയല്, ഈ ഒരു മെഗാലിത്തിക് ബറിയൽ, ആ ബറിയൽസ് എവിടേക്കാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ഓരോ സ്റ്റേറ്റിലെയും വളരെ റൂറൽ ആയിട്ടുള്ള റീജിയനിലൊക്കെ ഉള്ള ബറിയൽ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് വല്ലപ്പോഴും അവിടെ നിന്നൊക്കെ ഒരു ചോദ്യം വന്നേക്കാം. പക്ഷേ ആ ചോദ്യം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും കിട്ടാത്തതായിരിക്കും. നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു 30% നെഗ്ലിജബിൾ ഏരിയയിലേക്ക് തള്ളാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളത് പഠിക്കാൻ ഉപയോഗിക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ അധികമാണ്. അതിൻ്റെ അവിടെ നിന്ന് ചോദ്യം വരാൻ സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ നഷ്ടപ്പെടുന്ന സമയത്തിന് വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും അതൊരു ആവശ്യമില്ലാത്തൊരു ചടങ്ങായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ആൻഡ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് കൂടുതൽ വരാൻ സാധ്യതയുള്ള ഭാഗത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, ആൻഡ് വരാൻ കുറച്ച് സാധ്യതയുള്ള ഭാഗത്ത് അത് കുറേ സമയം ഇരുന്ന് പഠിച്ച് വെറുതെ സമയം കളയാതിരിക്കുക എന്നുള്ളതാണ് ഇതിലൊരു സ്ട്രാറ്റജിക് മൂവ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരില്ല എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ നമ്മളത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഡാമേജ് സംഭവിക്കൂല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. എന്നിട്ട് അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏർലി മെഡീവൽ നേരെ മിഡീവലിലേക്ക് സ്വിച്ച് ചെയ്യാണ്. മിഡീവലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടേക്ക് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു രംഗപ്രവേശം വരുന്നുണ്ട്. ഡൽഹി സുൽത്താനേറ്റിൽ ഒരുപാട് റൂളേഴ്സ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ വെരി ഇമ്പോർട്ടൻറ്റ്, ദർ ഈസ് നോ ഡൗട്ട്. ബട്ട് അതിനകത്ത് വളരെ വളരെ ഇങ്ങനെയാണുള്ളത്, ആ ഇമ്പോർട്ടൻ്റ് അകത്തുനിന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാരാണ്. ഒന്ന് ബാൽബൻ എന്ന് പറയുന്നത്, ബാൽബൻ്റെ കിങ്ഷിപ്പ് എങ്ങനെയായിരുന്നു, ബാൽബൻ്റെ ബ്ലഡ് ആൻഡ് ഹാൻഡ് പോളിസിനെ സംബന്ധിച്ചൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ദെൻ അടുത്ത ഒരാളാണ് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. നമ്മൾ അലാവുദ്ദീൻ ഖിൽജിനെ പറ്റി പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അലാവുദ്ദീൻ ഖിൽജിയും ജലാലുദ്ദീൻ ഖിൽജിയും റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ പോകേണ്ടി വരും. അതേസമയം ജലാലുദ്ദീൻ ഖിൽജിനെ പറ്റി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ബട്ട് അലാവുദ്ദീൻ ഖിൽജിനെ പറ്റിയിട്ട് നമ്മൾ അങ്ങനെ നെഗ്ലക്ട് ചെയ്ത് പോകാൻ കഴിയില്ല. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് റിഫോംസ് ഉണ്ട്. അതിൽ മാർക്കറ്റ് റിഫോംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിലിറ്ററിയുടെ അകത്ത് അദ്ദേഹം കൊണ്ടുവന്നുള്ള ചേഞ്ചസ്, അഗ്രേറിയൻ റിഫോംസ് എന്തൊക്കെയായിരുന്നു, അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്പൈ നെറ്റ്വർക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നോബൽസിൻ്റെ ഇടയിലുള്ള കോൺസ്പിരസീസിനൊക്കെ അദ്ദേഹം തടയാൻ ഒരുപാട് മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു. ഇതെല്ലാം എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ദാറ്റ് ഈസ് ദ കോർ പോയിന്റ് ഐ എം ഗോയിങ് ടു സേ അബൌട്ട്. അതായത് അലാവുദ്ദീൻ ഖിൽജി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്ത് വരണം, അദ്ദേഹം കൊണ്ടുവന്നുള്ള റിഫോംസ് വരണം. അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ പ്ലണ്ടർ എന്നുള്ളതാണ്. സൗത്ത് വാർഡ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, അവിടെ വരെ വന്നു, മാലിക് കഫൂർ എന്തൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോയി എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കോഹിനൂർ ഡയമണ്ട് ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് പിന്നെ ഈ
സുൽത്താന ഡൈനാസ്റ്റിയിലെ റൂളേഴ്സിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട ഒരാൾ. അദ്ദേഹവും നിങ്ങൾക്കറിയാം അലാവുദ്ദീൻ ഖിൽജിനെ പോലെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവന്ന റിഫോംസ് ഒക്കെ സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഒരുപാട് റിഫോംസ് കൊണ്ടുവന്നു, ബട്ട് ഇറ്റ് വാസ് ഫെയിലിയർ എന്നുള്ളതാണ്. സോ അദ്ദേഹം കൊണ്ടുവന്ന പരാജയപ്പെട്ട റിഫോംസ് നമ്മൾ പഠിക്കണം. നമ്മൾ കാരണം ചരിത്ര വിദ്യാർത്ഥികളാണ്. സോ അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുമല്ലോ. അപ്പോൾ പരാജയപ്പെട്ട റിഫോംസും പഠിക്കണമല്ലോ നമ്മളതിൻ്റെ കൂടെ. എന്തായാലും ടോക്കൺ കറൻസി, അതുപോലെയുള്ള ഡോബിലുള്ള ടാക്സേഷൻ, ഖുറാച്ചൽ, ഖുറാസാൻ എക്സ്പെഡിഷൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതികൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ആൻഡ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഹിംസെൽഫ് വാസ് എ ജീനിയസ്, അതിൽ യാതൊരു സംശയമുള്ള. അദ്ദേഹത്തിൻ്റെ റിഫോംസ് ഒക്കെ പരാജയപ്പെട്ടു എങ്കിൽ പോലും അദ്ദേഹം ഒരു എങ്ങനെ പറയല്ലേ ഒരു പണ്ഡിതനായിരുന്നു എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഓക്കെ, ഇതിനടുത്തത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. നമുക്കറിയാം മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ശേഷം വന്നുള്ള റൂളറാണ് ഫിറോസ് ഷാ തുഗ്ലക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഡാമേജുകളുണ്ട്. ആ ഡാമേജുകളൊക്കെ ഫിക്സ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ശരിക്കും ഫിറോസ് ഷാ തുഗ്ലക്കിന് ഉണ്ടായിരുന്നു. അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് ടാക്സുകൾ പിൻവലിക്കുന്നുണ്ട്, ആൻഡ് ഒരുപാട് വെൽഫെയർ മെഷേഴ്സ് കൊണ്ടുവരുന്നുണ്ട്, ഒരുപാട് ഹോസ്പിറ്റലുകൾ അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ കർഷകർക്ക് ഒരുപാട് ലോണുകളൊക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. നേരത്തെ മുഹമ്മദ് ബിൻ തുഗ്ലക്കും അവസാനമാകുമ്പോഴേക്ക് ലോണുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും തെക്കാവി ലോൺസ് അല്ലെങ്കിൽ സുന്ദർ ലോൺസ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും ഒരുപാട് മെഷേഴ്സ്, ദാറുൽ ഷിഫ, അതുപോലെ ദിവാനി ഖൈറാത്ത്, അതൊക്കെ ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ റിഫോംസ് ആണ്. ആൻഡ് ദിവാനി അമീർ കോഹി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഏതായാലും ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ, അവരുടെ ടൈറ്റിലുകൾ, ഇതൊക്കെ നമ്മൾ പഠിക്കണം എന്നുള്ളതിനാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം സയ്യിദ് ആൻഡ് ലോധി ഡൈനാസ്റ്റി. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് സയ്യിദ് ഡൈനാസ്റ്റിയിലെ ആരെയും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. കാരണം സയ്യിദ് ഡൈനാസ്റ്റി ഒരു ഓട്ടോണമസ് ആയിരുന്ന ഡൈനാസ്റ്റി അല്ലായിരുന്നു. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. അവർക്ക് ഈ ഒരു മംഗോൾസിൻ്റെ ഒരു പ്രോക്സി ആയിട്ടാണ് ഇവിടെ ഭരിക്കേണ്ടി വന്നിരുന്നത്. അടുത്തത് ലോധി ഡൈനാസ്റ്റിയാണ്. അതിൽ പ്രധാനപ്പെട്ട രണ്ടാൾക്കാരാണ് സിക്കന്ദർ ലോധിയും ബഹലൂൽ ലോധിയും. ആൻഡ് ഇവരെ സംബന്ധിച്ച് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇവർ അഫ്ഗാൻസ്. ആൻഡ് ഇവർ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് ആൻഡ് ഇവരുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സുൽത്താൻമാരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അവർ വൺ അമംഗ് ദ ഈക്വൽസ് എന്നുള്ള രീതിയിലുള്ള ഒരു ടൈറ്റിലാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ ആഗ്ര സിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ്? ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗജി സിക്കന്ദരി എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട്, മെഷർ. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ സിക്കന്ദർ ലോധിനെ പറ്റി പഠിക്കുമ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഇതിന് അഡ്മിനിസ്ട്രേറ്റീവ് ടേംസ് ഒരുപാടുണ്ട്. ഇക്ത സിസ്റ്റം, അതുപോലെ ഖറാജ് എന്തായിരുന്നു, കൽസ ലാൻഡ് എന്തായിരുന്നു, ദിവാനി അർസ് എന്തായിരുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ. ആൻഡ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ടെർമിനോളജീസൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയാണ് നമ്മൾ ഒരുപാട് കോർട്ട് ക്രോണിക്ലേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ഹിസ്റ്റോറിയൻസ് അവിടെ ഉണ്ടായിരുന്നു. തബക്കത്തി നാസിരി, മിൻഹജു സിറാജ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്കോളേഴ്സ്, ഇബിന് ബത്തൂത്തിനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അവരുടെ വർക്കുകൾ, അവരുടെ കോൺട്രിബ്യൂഷൻ, അവർ വന്നിട്ടുള്ളതെന്ന് ഇങ്ങനെയുള്ളതൊക്കെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആർക്കിടെക്ചറിനകത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ സുൽത്താനേറ്റ് റൂളേഴ്സ് ഒരുപാട് കോൺട്രിബ്യൂഷൻ ആർക്കിടെക്ചറിനകത്ത് നടത്തിയിട്ടുണ്ട്. സോ അതിൽ അവർ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ കോൺട്രിബ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെ പറയല് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കൺസ്ട്രക്ഷൻ സ്റ്റൈലുകളുണ്ട്. മിനററ്റ്, ആർച്ച്, ഡോം എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ലൈം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസ്, സാൻഡ്സ്റ്റോൺ, റെഡ് സാൻഡ്സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ എവിടുന്ന് കൊണ്ടുവന്നു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഗതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് കാലിഗ്രാഫി എന്നുള്ളതും എക്സാമിന് വരാറുണ്ട്. ഏതായാലും ഇത്രയും സംഗതികൾ ആർക്കിടെക്ചറിനകത്ത് വരും എന്നുള്ളതാണ്. സോ ഈ ഒരു സ്ലേവ് ഡൈനസ്റ്റിൻ്റെ സമയം മുതൽ ലോധി വരെയുള്ള സമയത്തുള്ള എവല്യൂഷൻ എങ്ങനെയായിരുന്നു, ഏതൊക്കെയാണ് മോണമെൻറ്റ്സ്, എവിടേക്കാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ഒരു സംശയവും വേണ്ട, തീർച്ചയായും പഠിച്ചിരിക്കേണ്ട സംഗതിയാണ്. പഠിക്കുന്ന സമയത്ത് നമ്മളൊരു സ്ട്രാറ്റജിക്കലി ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആവുന്ന അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടത് വളരെ സിമ്പിളായിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ സ്ലേവ് ഡൈനസ്റ്റിനെ പറ്റി പഠിക്കാമെന്ന് വിചാരിക്കുക. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ട റൂളേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ കുത്തുബുദ്ദീൻ ഐബക്ക് അതിലൊരു പ്രധാനിയാണ്. ഓക്കെ, അതിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട. കുത്തുബുദ്ദീൻ ഐബക്ക് PYQ എടുക്കുക, ചെക്ക് ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കുത്തുബുദ്ദീൻ ഐബക്കിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരുപാട് മോണമെൻറ്റ്സ് അദ്ദേഹത്തിൻ്റെ, ഇപ്പോൾ ഈ കുത്തബ് മിനാർ ആവട്ടെ, ഇങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ നോക്കുക, എന്തൊക്കെയാണ് മോണമെൻറ്റ്സ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ടൈം പീരീഡ് നോക്കുക, ഇത്രയും ചെയ്യുക. ഇതിനടുത്ത റൂളറിലേക്ക് പോവുക, ഈ ഇൽത്തുമിഷിലേക്ക് പോവുക, ബാൽബനിലേക്ക് പോവുക. ഈ രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഒരിക്കലും നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് ഭയങ്കര ഡിസ്ക്രിപ്റ്റീവായിട്ട് സമയം കളയാത്ത രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഡിസ്ക്രിപ്റ്റീവൊക്കെ ആയി പോകുന്ന സമയത്ത് നമ്മളൊരു സ്കോളർലി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ആസ്പെക്റ്റിലേക്ക് പോകണം. അത് ഏത് ഘട്ടത്തിലെന്ന് വെച്ചാൽ ഒരു 1-2
ലെവൽ കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് പോകേണ്ടതുള്ളൂ എന്നുള്ളതാണ് നമ്മൾ നെറ്റ് എക്സാമിനൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്. എനിവേസ് പറഞ്ഞു വന്നത് ഈ ആർക്കിടെക്ചറിനകത്തുള്ള ചേഞ്ചസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ മിഡീവൽ ഇന്ത്യയിൽ ഈ ഒരു സുൽത്താനേറ്റ്, പ്രത്യേകിച്ച് എനിക്കറിയാം മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ സമയത്താണ് സൗത്ത് ഇന്ത്യയിൽ വിജയനഗർ വരുന്നത്, പിന്നീട് ബാമിനീസ് വരുന്നുണ്ട്. ഏതായാലും ഈ സൗത്ത് ഇന്ത്യയിലെ ഡൈനാസ്റ്റീസ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ വിജയനഗരനെയും ബാമിനിയും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ബാമിനിയുടെ തന്നെ ഭാഗങ്ങൾ നിങ്ങൾക്കറിയാം, ബീറാർ, ബീദാർ, അഹമ്മദ് നഗർ, ഗോൽക്കൊണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട് അല്ലേ. 5 ഡൈനാസ്റ്റീസ് അല്ലെങ്കിൽ 5 ഡിഫറെൻ്റ് ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ആവുന്നൊക്കെ ഉണ്ട്. വിജയനഗരയും ബാമിനിയും തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. റായ്ചൂർ ഡോബിന് വേണ്ടി നിരന്തരം ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. എന്തായാലും പറഞ്ഞു വന്നത് ഈ ഒരു ഭാഗവും അവരുടെ കോൺഫ്ലിക്റ്റുകളൊക്കെ എക്സാമിന് വരാറുണ്ട്. ദെൻ ബാമിനി സുൽത്താൻസ്, അതുപോലെ തന്നെ നമ്മുടെ ബിജാപ്പൂരിലെ അഹമ്മദ് ഷാ, എന്താണ് പറയലേ, ബിജാപ്പൂർ സുൽത്താനായിരുന്ന എന്താണ് പറയലേ ആദിൽ ഷാ സുൽത്താൻസിനെ സംബന്ധിച്ച് ഇതൊക്കെ എക്സാമിന് വരുന്നതാണ്. പിന്നെ വിജയനഗറിലേക്ക് സ്പെസിഫിക്കലി വരികയാണെങ്കിൽ അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഞാൻ പറയാട്ടോ. അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഒരു നായക സിസ്റ്റം, അമരം എന്തായിരുന്നു, അമര നായക എന്തായിരുന്നു, വാട്ട് ഈസ് നായകാസ്, നായങ്കാര, അയ്യങ്കാര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. ആൻഡ് ഓൾസോ വിജയനഗരയിലേക്ക് വന്നിട്ടുള്ള ഫോറിൻ ട്രാവലേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അബ്ദുൾ റസാഖ് വന്നു, നിക്കോളോ കോണ്ടി വന്നു, ഞാൻ ബാക്കിയുള്ള ആൾക്കാരൊന്നും പറയുന്നില്ല. എന്തായാലും ഇവരൊക്കെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട്, വന്ന ഓർഡർ ഉണ്ട്. ഏത് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു, കൃഷ്ണദേവരായ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ദേവരായ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതികൾ അവിടെ നമ്മൾ പഠിക്കണം. അടുത്തത് ബാമിനീസ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു വിജയനഗരക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം ബാമിനിക്ക് കൊടുക്കണമെന്നില്ല. ഈ ഒരു 5 ഡൈനസ്റ്റീസ് അവർ ഏതൊക്കെയായിരുന്നു, അവിടുത്തെ എന്താണ് റീജൻ ഏതായിരുന്നു, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നോക്കുക. പിന്നെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതിനകത്തുനിന്ന് പ്രധാനപ്പെട്ട കുറച്ച് റൂളേഴ്സ് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഈ ഒരു എന്താണ് പറയലേ നമ്മുടെ ഒരു മോണമെൻ്റ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതും നമ്മൾ എന്ത് ചെയ്യുക പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളിലേക്ക് നമ്മുടെ ഒരു ഓറിയൻറ്റേഷൻ മാറുന്നതുകൊണ്ട് കുഴപ്പമില്ല. സമയം വിജയനഗരം എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. ദെൻ അടുത്ത് നമുക്കറിയാം മെഡീവൽ ഇന്ത്യയിലെ അടുത്ത പ്രധാനികളാണ് ആര്, മുഗൾസ് എന്ന് പറയുന്നത്. മുഗൾസിനെ സംബന്ധിച്ചിടത്തോളം മുഗൾസിനെ അങ്ങനെ നെഗ്ലക്ട് ചെയ്തിട്ടൊന്നും നല്ല നെറ്റ് എക്സാം പോകാറുള്ളത്. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ബാബർ, ഹുമയൂൺ, അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഓറിയൻറ്റേഷനിൽ മാറിയിട്ട് കുറച്ചുകൂടി അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കുറച്ചുകൂടി അവരുടെ റിഫോംസിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രെൻഡാണ് അടുത്ത കാലത്തൊക്കെ ഉള്ളത്. അതുപോലെ മുഗൾ റോയൽ വുമണിലേക്കൊക്കെ കൂടുതൽ ഫോക്കസ് പോവാറുണ്ട്. എനിവേസ് ഇവിടെ മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. മൻസബ്ദാരിക്ക് അകത്ത് തന്നെ നമുക്കറിയാം സാത്ത്, സവർ, ദുവസ്പ, സിയസ്പ ഇതൊക്കെ കൊണ്ടുവന്നത് ആരാണ്, എന്താണ് സാത്ത്, എന്താണ് സവർ, ദുവസ്പ കൊണ്ടുവന്നത്, സിയസ്പ കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ, ഒരുപാട് സംഗതികൾ വരും. പിന്നെ ജാഗിർദാരി, മൻസബ്ദാരി ഡിഫറൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹൗ ദേ ആർ ഡിഫറൻഷിയേറ്റഡ് എന്നുള്ളത്. പിന്നെ തങ്ക എന്താണ്, വതൻ ജാഗിർ എന്താണ്, കുറേ ടൈപ്പ് ഓഫ് ജാഗിർസ് ഉണ്ട്. ദെൻ റവന്യൂവിനെ സംബന്ധിച്ച് ജപ്ത് എന്താണ്, തോഡർമാളിൻ്റെ റോൾ എന്തായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും നമ്മൾ ഫോക്കസ് പോകണം. പിന്നെ അക്ബറിനെ സംബന്ധിച്ചിടത്തോളം അക്ബർ എന്നുള്ളത് മുഗൾ റൂളേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും നെറ്റ് എക്സാമിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അക്ബർ തന്നെയാണ്. അക്ബറിൻ്റെ രാജ്പുത് പോളിസി, അദ്ദേഹത്തിൻ്റെ കോൺഗസ്റ്റുകൾ, ഏതൊക്കെ റീജിയനുകളാണ് അദ്ദേഹം പിടിച്ചടക്കിയത്, ആദ്യം പിടിച്ചടക്കിയത് ഏത്, പിന്നെ പിടിച്ചടക്കിയത് ഏത്, ആൻഡ് അക്ബറിൻ്റെ ദിൻ ഇലാഹി എന്നുള്ളതും എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ദെൻ അക്ബർ കഴിഞ്ഞ് ഔറംഗസീബിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന കോർട്ട് ക്രോണിക്ലേഴ്സ്, അതുപോലെ അബുൽ ഫസൽ, അതുപോലെയുള്ള അബ്ദുൽ ഹമീദ് ലാഹോരി, ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് സ്കോളേഴ്സ്, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോരുത്തരും ഏത് റൂളറിൻ്റെ സമയത്താണ് ആൻഡ് ഇവിടേക്ക് വിസിറ്റ് ചെയ്തിട്ടുള്ള യൂറോപ്യൻ ട്രാവലേഴ്സ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഒരു ഏരിയ എന്ന് പറയുന്നത് ലേറ്റർ മുഗൾസ് എന്നുള്ളതാണ്. ലേറ്റർ മുഗൾസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്ന് നമ്മൾ നോക്കേണ്ടത് അവരുടെ ക്രോണോളജിയാണ്. ആ കൂട്ടത്തിൽ വന്നിട്ടുള്ള ആൾക്കാരുടെ ക്രോണോളജി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ മോഡേൺ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ് എന്നുള്ളത് കുറച്ചുകൂടി പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരാളാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഷാ ആലം സെക്കൻഡ്, അദ്ദേഹത്തിൻ്റെ നമ്മുടെ ബക്സാർ യുദ്ധത്തിന് ശേഷമുള്ള ഇവൻറ്റ്സ്, ഇതൊക്കെയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ട്രീറ്റി ഓഫ് അലഹാബാദുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ, ഇതൊക്കെയാണ് പിന്നീട് പ്രധാനമായിട്ട് വരുന്നത്. നമ്മൾ മോഡേൺ ഇന്ത്യയിൽ വേറെ തന്നെ പഠിക്കുന്ന ഏരിയ ആണ്. പിന്നെ എക്കണോമി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും ഈ ഒരു 5ാമത്തെ യൂണിറ്റാണ് ട്രേഡും അതുപോലെയുള്ള അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എക്കണോമി എന്നൊക്കെ പറയുന്നത്. സോ ആ ഭാഗത്ത് നമ്മൾ
ഓഫ് കോഴ്സ് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. ഇവരുടെ ട്രേഡ്, അവരുടെ ഒരു ഗഞ്ചി സവ എന്ന് പറഞ്ഞൊരു ഷിപ്പ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എക്സാമിന് കഴിഞ്ഞ 1-2 എക്സാമുകൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ യൂറോപ്യൻ ഫാക്ടറീസ് എവിടേക്കാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആരൊക്കെയാണ് വന്നിരുന്നത്, അതും നോക്കണം. പിന്നെ അതിനകത്ത് വരുന്ന ഒരു കാര്യമാണ് ഇവരുടെ ഒരു കൾച്ചറൽ ആസ്പെക്റ്റിലേക്ക്, പ്രത്യേകിച്ച് മുഗൾ പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഓൾസോ അതിൽ വരുന്ന മറ്റൊരു സംഗതിയാണ് മ്യൂസിക് എന്ന് പറയുന്നത്. മ്യൂസിക്, പെയിൻറ്റിങ് ആൻഡ് മോണമെന്റ്സ്. അതിൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഓൾസോ മുഗൾ ഗാർഡൻസ്, ലാസ്റ്റ് എക്സാമിലൊക്കെ മുഗൾ ഗാർഡൻസിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുഗൾ റോയൽ വുമൺ, പിന്നെ അതുപോലെ തന്നെ മ്യൂസിക്കിനെ സംബന്ധിച്ച് തുഹ്ഫത്തുൽ ഹിന്ദ്. ദെൻ ലിറ്ററേച്ചറിലേക്ക് വരികയാണെങ്കിൽ അബുൽ ഫസൽ ഫൈസി, ഇവരുടെ ട്രാൻസ്ലേഷൻസ്, അതുപോലെയുള്ള ഒരുപാട് സ്കോളേഴ്സ്, അവരുടെ വർക്കുകൾ, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇവിടെ ഔറംഗസീബിനെതിരെയുള്ള കലാപങ്ങളൊക്കെ ഇവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജാട്സ്, സത്നാമി, സിഖ് കലാപങ്ങൾ, പിന്നെ മറാത്താസിൻ്റെ ഒരു ശിവജിയുടെ ഒരു എമർജൻസി, ഇതൊക്കെ എക്സാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ റിലീജിയസ്ലി ഒരുപാട് ചേഞ്ചസ് മെഡീവൽ കാലത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ സൂഫി ഭക്തി മൂവ്മെൻറ്റുകളാണ്. സോ പ്രധാനപ്പെട്ട സൂഫി സെയിൻറ്റുകൾ ആൻഡ് അവരുടെ കോൺട്രിബ്യൂഷൻ, ഭക്തി മൂവ്മെൻറ്റും സൂഫി മൂവ്മെൻറ്റും എങ്ങനെ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നു, ഭക്തി സെയിൻറ്റുകളെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ റീജിയൻ, മറാത്ത റീജിയനിലെ ഭക്തി സെയിൻറ്റുകൾ ഏതൊക്കെയായിരുന്നു, ഇങ്ങനെയുള്ള സംഗതികൾ പലപ്പോഴും പല രീതിയിൽ എക്സാമിന് വന്നിട്ടുണ്ട്. അവരുടെ വർക്കുകളെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. പിന്നെ സിക്കിസം, അതായത് സിഖ് റിലീജിയൻ എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് അവിടെ 10 സിഖ് ഗുരുക്കളാണുള്ളത്. ആൻഡ് ഈ ഗുരു, അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ ക്രോണോളജി, ഗുരുമുഖി സ്ക്രിപ്റ്റ് ആരുടേതാണ്, കൽസ ആരുടേതാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ സംഗതികൾ എന്ത് ചെയ്യും, എന്താണ് പറയല്, ഈ എക്സാമിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ സൂഫിസത്തിലേക്ക് വരികയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ട് സൂഫി സിൽസിലാസ് എന്നുള്ളതാണ്. ഒരുപാട് സിൽസില ഉണ്ടെന്ന് അറിയുണ്ടാവും. സോ ഈ സുഹറവർദി, ചിഷ്ടി, അതുപോലെയുള്ള സിൽസിലകൾ, അതിലെ സെയിൻറ്റുകൾ ആരൊക്കെയാണ്, ഓരോ സെയിൻറ്റുകളും ഏത് സിൽസിലയുടെ ഭാഗമാണ്, സൂഫി സെയിൻറ്റുകളെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ സൂഫി സെയിൻറ്റുകളുടെ റീജിയൻ, നിസാമുദ്ദീൻ ഔലിയ എവിടെയായിരുന്നു, അതുപോലെ തന്നെ ഖ്വാജ മൊയിനുദ്ദീൻ ചിഷ്ടിയുടെ റീജിയൻ ഏതായിരുന്നു, ബാബ ഫരീദ് എവിടെയായിരുന്നു, ഈ രീതിയിലൊക്കെയുള്ള ചോദ്യം നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ മെഡീവൽ ഇന്ത്യയിലെ അടുത്ത ഏറ്റവും പ്രധാനികളാണ് മറാത്താസ്, പ്രത്യേകിച്ച് ശിവജിയുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. സോ ശിവജിയുടെ അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാഷ് സാലറി, ചൗത്ത്, സർദേശ് മുഖി, അഷ്ടപ്രധാൻ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ശിവജിയുടെ ഫോർട്ടുകൾ, നമുക്ക് എല്ലാവർക്കും അറിയാം ശിവജി ഔറംഗസീബും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ട്രീറ്റീസ് സൈൻ ചെയ്തിരുന്നു. ഫോർട്ടുകൾ അങ്ങോട്ടും കൊണ്ട് കൊടുക്കേണ്ടി വന്നിരുന്നു. അവസാനം ശിവജീനെ ഔറംഗസീബ് പിടിച്ചുകൊണ്ടുപോയിരുന്നു. ശിവജി അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. കഥകളൊക്കെ ഞാൻ പല സ്ഥലത്ത് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എനിവേസ് ഇപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഓൾറെഡി ദിസ് ഈസ് ഗോയിങ് ടു ബി എ ലെങ്തി സെഷൻ. സോ അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ഫാസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ശിവജിനെ സംബന്ധിച്ച് അത് നമ്മൾ പഠിക്കണം, മറാത്താസ്. പിന്നെ അടുത്തത് ശിവജിക്ക് ശേഷം മറാത്ത പേഷ്വാസ് എന്നുള്ളതാണ്. പേഷ്വാസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പേഷ്വാസിൻ്റെ ഒരു ക്രോണോളജി ചോദിക്കാറുണ്ട് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ നൽകിയുള്ള പേഷ്വാസിന് ചോദിക്കാറുണ്ട്. അടുത്തത് മറാത്ത കോൺഫെഡറസി എന്നുള്ളതാണ്. അത് നമ്മൾ ഈ ഒരു ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ പറയുമ്പോൾ അതിൽ വരുന്ന ഒരു ഏരിയ ആണ്. ആൻഡ് മറാത്ത കോൺഫെഡറസിയിൽ പ്രത്യേകിച്ച് എവിടെയാണ് ഗെയ്ക്വാദ് ഉണ്ടായിരുന്നത്, എവിടെയാണ് എന്താണ് പറയല് ഈ സിന്ധ്യ ഉണ്ടായിരുന്നത്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഏരിയാസ് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് ട്രാവലേഴ്സ് എന്ന് പറയുന്നത് അൽബിറോനി മുതൽ ഇബ്നു ബത്തൂത്ത, അബ്ദുൽ റസാഖ്, നിക്കോളോ മനുഷി, ബേണിയർ, ടവേർണിയർ, ഇങ്ങനെ ഒരു വലിയ നീണ്ട നിര ഉണ്ട്. അവരൊക്കെ എപ്പോൾ വന്നു, എവിടെ വന്നു, ആൻഡ് അവരുടെ കോൺട്രിബ്യൂഷൻ, ദിയർ വർക്ക്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യാണ്, ഞാൻ വൈകിപ്പിക്കുന്നില്ല, വേഗം മോഡേൺ ഇന്ത്യയിലേക്ക് ചാടാണ്. എന്നിട്ട് നമുക്ക് ഹിസ്റ്റോറിയോഗ്രാഫി കൂടി പറയാനുണ്ട്. നിങ്ങളെന്തായാലും നിങ്ങൾ കുറച്ച് ലെങ്തി ആണെങ്കിലും ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു, ഐ ക്യാൻ അഷ്യൂർ ദാറ്റ്. നിങ്ങൾ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ക്ലാരിറ്റി, അത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതിരുന്ന ഒരാൾക്കാരായിരുന്നെങ്കിൽ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, നെറ്റ് എക്സാമിന് എങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ള ഒരു ക്ലാരിറ്റി ഐ ക്യാൻ അഷ്യൂർ യു, ദാറ്റ്സ് മൈ പ്രോമിസ്. ഓക്കെ, ദെൻ അടുത്തത് മോഡേൺ ഇന്ത്യ എന്നുള്ളതാണ്. അതിനകത്ത് കൊളോണിയൽ കൺസോളിഡേഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാം. മോഡേൺ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അറൈവൽ ഓഫ് യൂറോപ്യൻസ്, അതാണ് നമ്മുടെ മോഡേൺ ഇന്ത്യയുടെ തുടക്കം എന്ന് പറയുന്നത്. അവിടെ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇവരുടെ വന്ന വരവ്, അവർ വന്ന് തുടങ്ങിയ ഫാക്ടറീസ്, അതുപോലെയുള്ള ഒരുപാട് സംഗതികൾ. പിന്നെ ആംഗ്ലോ ഫ്രഞ്ച് റൈവൽറി, അതിൻ്റെ മുന്നേ പോർച്ചുഗീസ് ഡച്ച് കോൺഫ്ലിക്റ്റുകൾ വരുന്നുണ്ട്. ആൻഡ് ആംഗ്ലോ ഫ്രഞ്ച് റൈവൽറിക്ക് ശേഷം ഇവിടെ സൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റികൾ. ആൻഡ് ഫൈനലി ബ്രിട്ടീഷുകാരുടെ ഒരു എന്താണ് പറയലേ, ഒരു ദേ ബിക്കെയിം വിക്ടോറിയസ് എന്നുള്ളതാണ്. അതിനുശേഷം ബ്രിട്ടീഷുകാർ പിന്നീട് ഇന്ത്യയിലെ
പ്രിൻസ്ലി സ്റ്റേറ്റുകളുടെ നേരെ തിരിയുന്നു. ആംഗ്ലോ മറാത്ത, ആംഗ്ലോ സിഖ്, ആംഗ്ലോ സിന്ധ് ആൻഡ് ആംഗ്ലോ അഫ്ഗാൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ വരുന്നു. ആൻഡ് ആ കോൺഫ്ലിക്റ്റുകൾ അതിൻ്റെ ഔട്ട്കം ഏത് വർഷത്തിൽ ആരൊക്കെ പരാജയപ്പെടുത്തി, ഇങ്ങനെയുള്ള ട്രീറ്റീസ് അതിൻ്റെ വർഷങ്ങളൊക്കെ എക്സാമിന് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രിട്ടീഷുകാർ ഇവിടെ ഭരണം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഒരുപാട് റിഫോംസ്, ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് ആക്ടുകൾ അവർ കൊണ്ടുവരും എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് വാസ് ബിഗിൻ ബൈ ദി റെഗുലേറ്റിംഗ് ആക്ട് 1773. അവിടെ എന്ത് ചേഞ്ച് വന്നു, പിന്നീട് ഒരുപാട് ആക്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു. പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നു, പിന്നീട് 4 ചാർട്ടർ ആക്ടുകൾ വരുന്നു. ദെൻ അതിനകത്ത് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നു. പിന്നീട് 1857 കലാപത്തിന് ശേഷം കമ്പനി 1858 കമ്പനിയെ പുറത്താക്കി ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഏറ്റെടുക്കുന്നു. ആൻഡ് അതിനുശേഷം ഒരുപാട് ആക്ടുകൾ വരുന്നു. ഈ ആക്ടുകൾ അതിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് 1919 ഏതാണ് ആക്ട്, 1909 ഏതാണ് ആക്ട്, ആൻഡ് മിൻറ്റോ മോർലി റിഫോംസ് പ്രകാരം എന്താണ് പറയല്, ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്നുള്ളത്, ആൻഡ് 1919 ആക്ട് പ്രകാരം എന്താണ് പറയുക, ഡയാർക്കി സിസ്റ്റം എവിടെയാണ് വന്നിട്ടുള്ളത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതികൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, ആക്ടുകൾ ആൻഡ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്നുള്ളതാണ്. പിന്നെ ഇതിൽ വരുന്നത് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻ്റ് ആണ്. ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഇവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ നികുതി പിരിക്കലുകാരായിട്ട് മാറുന്നു. അതിനൊരുപാട് പരീക്ഷണങ്ങൾ അവർ നടത്തി നോക്കിയിരുന്നു. അതിൽ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് വരും, റൈറ്റ് വാരി, മഹൽവാരി, ഓരോ റീജിയനിൽ ഓരോന്നായിട്ട് അവർ തുടങ്ങി. ഏത് വർഷം ആര് എന്ന് എപ്പോഴൊക്കെ പഠിക്കണം. പിന്നെ മദ്രാസ് ടോർച്ചർ കമ്മീഷൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കമ്മീഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. ഫാമിൻ കമ്മീഷൻസ്, അതിൻ്റെയൊക്കെ ചെയർമാൻസ്, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്, ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിട്ട് വരാറുണ്ട്. ഇനി മോഡേൺ ഇന്ത്യയുടെ എക്കണോമിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടുത്തെ ഒരു എങ്ങനെയാ പറയല്, വളരെ വളരെ പ്രാധാന്യമുള്ള ഒരാളാണ് ദാദാഭായ് നവറോജി. അദ്ദേഹത്തിൻ്റെ ഡ്രെയിൻ ഓഫ് വെൽത്ത്, അദ്ദേഹത്തിൻ്റെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അതുപോലെ ഇന്ത്യയിലെ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ, അഗ്രികൾച്ചറിൻ്റെ കൊമേഴ്ഷ്യലൈസേഷൻ, ഇതൊക്കെ എക്സാമിന് വരുന്ന അല്ലെങ്കിൽ വന്നിട്ടുള്ള ഏരിയാസ് ആണ്. പിന്നെ അവിടെയുള്ള പ്ലാന്റേഷൻസ്, ടീ പ്ലാന്റേഷൻ, ഇൻഡിഗോ പ്ലാന്റേഷൻ, അതുപോലെ ഈ പ്ലാന്റേഷനിൽ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള റിവോൾട്ടുകൾ, നീൽ ദർപ്പൺ, പിന്നെയുള്ള ട്രൈബൽ അപ്രൈസിങ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ വരുന്നുണ്ട്. കലാപങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് സന്താൾസ് എങ്ങനെയാ പറയല്, രാവിലെ എന്ത് ഭക്ഷണം അയച്ചിരുന്നത്, ഇതൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്താളിലെ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു, ഏത് വർഷത്തിലായിരുന്നു, ഏത് റീജിയനിലായിരുന്നു, ഇങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അല്ലാതെ ഭയങ്കര ഡീപ്പായിട്ട് ഇത് നെറ്റ് എക്സാമാണ്, ഇതിന് ആയത്തെന്ന് ചോദിക്കുന്നൊക്കെ വിചാരിച്ചാണ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം ഒരുപാട് പോവും. ആൻഡ് ആ ചോദ്യം ചോദിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് ചോദിക്കുന്ന സാധ്യത വളരെ തുച്ഛമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും സമയം കളയാന്നുള്ളത് നഷ്ടമാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ടൈം എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ്. ഇതിന് അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, റിവോൾട്ട് ഓഫ് 1857 ആണ്. അതിന് മുന്നുള്ള ട്രൈബൽ റിവോൾട്ടുകൾ, പെസൻ റിവോൾട്ടുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ 1857 റിവോൾട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ പാൻ ഇന്ത്യൻ റിവോൾട്ട് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് ഇന്ത്യയിലുടനീളവും ഓൾസോ ഇന്ത്യയിലെ വിവിധ വിഭാഗം ആൾക്കാർ പങ്കെടുത്തതുമായിട്ടുള്ള ആദ്യത്തെ കലാപമാണ് റിവോൾട്ട് ഓഫ് 1857. ഞാൻ പറഞ്ഞു വന്നത് അത് നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ കാരണങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് അതിലെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദ ലീഡേഴ്സ്. പിന്നെ ക്യൂൻ വിക്ടോറിയാസ് പ്രൊക്ലമേഷൻ 1858, ഹിസ്റ്റോറിയോഗ്രാഫി, R.C. മജുംദാർ എന്ത് പറഞ്ഞു, സവർക്കർ എന്ത് പറഞ്ഞു, ഈ ഒരു നേച്ചർ ഓഫ് ദ റിവോൾട്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 1857 റിവോൾട്ടിനെ സംബന്ധിച്ച് യു ഹാവ് കംപ്ലീറ്റഡ് 90% എന്നുള്ളതാണ്. ഇതല്ലാത്ത ചോദ്യങ്ങൾ അവിടുന്ന് വരും, ഞാൻ ഒരിക്കലും വരില്ല എന്ന് പറയുന്നില്ല, പക്ഷേ സാധ്യത വളരെ കുറവാണ്. ഇത്രയും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് അധികം സമയം അതിൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മോഡറേറ്റ് ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു 90% ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അത് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകണം എന്നുള്ളതാണ്. അതല്ലാതെ ഞാൻ ഇത് 100% ആക്കിയിട്ട്, അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 90% കഴിഞ്ഞിട്ട് ഇനിയുള്ള 10% ഉണ്ടല്ലോ, ഈ 10% പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 90% ഫിനിഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, മേ ബി ഒരു 5 hours എടുത്തു എന്ന് വിചാരിക്കാം, മാക്സിമം ആയിട്ട് ഞാൻ പറയുന്നത്. ഒരു 5 hours എടുത്തു എങ്കിൽ ഇവിടുന്ന് ഇനി അങ്ങോട്ടുള്ള 10% പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ചുരുങ്ങിയത് 5 to 10 days എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയം കൊണ്ട് ബാക്കി കുറേ ടോപ്പിക്കിൻ്റെ 90% എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് തീർക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതാണ് നമ്മൾ ടൈമിന് കൊടുക്കേണ്ട വില എന്ന് പറയുന്നത്. നെറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആദ്യമായിട്ട് ഞാൻ പറയാം, ഒരു നെറ്റിനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും നെറ്റ് എന്നുള്ളത് നിങ്ങൾ 100% പഠിച്ച്, അല്ലെങ്കിൽ സിലബസ് ഫ്രം ദ ബിഗിനിങ് ടു ടിൽ അതിൻ്റെ എൻഡ് എവിടെയാണെന്ന് വെച്ചാൽ അതുവരെ പഠിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നെറ്റ് എക്സാമിന് പോകില്ല. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുക, നെറ്റ് എക്സാമിൽ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ഇല്ലാത്തതും വരും. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സിലബസിൽ ഇല്ലാത്ത ചോദിച്ചു എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും, കഴിയൂല. കാരണം എന്താ, നമ്മുടെ സിലബസ് അങ്ങനെയാണ്.
ലാസ്റ്റ് എക്സാമിൽ ആയുഷിനെയൊക്കെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിനിസ്ട്രി ഓഫ് ആയുഷിൽ വരാത്തത് ഏതെന്നൊക്കെ പറഞ്ഞിട്ട്. ആയുഷിൽ വരാത്തത് ഏത് എന്നുള്ളത്, അല്ലെങ്കിൽ ആയുഷിനെ പറ്റി നമ്മുടെ സിലബസിൻ്റെ എവിടെയും പറഞ്ഞിട്ടില്ല. ആയുഷ് വരുന്നതിൻ്റെ മുന്നിറക്കിയ സിലബസാണത്. പക്ഷെ അത് ചോദിക്കും. അതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്കതിൽ അത് പറ്റില്ല എന്നൊന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കംപ്ലൈൻറ്റ് ചെയ്ത് പോകാനൊന്നും പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ സിലബസിൻ്റെ ഒരു ഓപ്പൺ എൻഡഡ് നേച്ചർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതിലെന്തും ഉൾക്കൊള്ളിക്കാം. പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളതും വരും, സോഷ്യോളജി എന്നുള്ളതും വരും, എക്കണോമിക്സ് എന്നുള്ളതും വരും, ഹിസ്റ്ററി എന്നുള്ളതും വരും, സൈക്കോളജി എന്നുള്ളതും വരും. നേരത്തെ ചോദിച്ചിട്ടുണ്ട് സൈക്കോ ഹിസ്റ്ററി കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ആരാണ് ആ ഒരു സംഗതി കൊണ്ടുവന്നതെന്നുള്ളത്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. പറഞ്ഞു വന്നത് നമ്മുടെ ഒരു നേച്ചർ, സബ്ജക്ട് നേച്ചർ അങ്ങനെയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്കതിനകത്ത് പറയാനുള്ളത്. സോ നമ്മളെന്തായാലും അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ, കുറച്ച് നേരം കൂടി കേട്ടോ. യെസ്, അടുത്തത് മോഡേൺ ഇന്ത്യയിലേക്ക് വീണ്ടും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താണ് പറയല്, അത്രയധികം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. ഒന്ന് സോഷ്യോ റിലീജിയസ് റിഫോം, പിന്നെ ന്യൂസ് പേപ്പേഴ്സ്, പിന്നെ നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റ്. സോ സോഷ്യോ റിലീജിയസ് റിഫോമിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് മൂവ്മെൻറ്റുകളുണ്ട്. ബട്ട് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടതാണ് ബ്രഹ്മസമാജ്, ആര്യസമാജ്, പ്രാർത്ഥനാ സമാജ്, തിയോസോഫിക്കൽ സൊസൈറ്റി. ഇതൊക്കെ നേരത്തെ ഒരുപാട് എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ദേവസമാജ് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോവുക. ബ്രഹ്മസമാജ് എവിടെ, എങ്ങനെ, ആര്, എപ്പോഴൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. മറ്റുള്ള മൂവ്മെൻറ്റുകളൊക്കെ എന്ത് ചെയ്യുക, മൂവ്മെൻറ്റ്, വർഷം, ഫൗണ്ടർ ആൻഡ് ആ പ്ലേസ് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇത്രയും അളവിലേക്ക് നിൽക്കുക. അതേസമയം ബ്രഹ്മസമാജിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഫിലോസഫി എന്തായിരുന്നു, അതിൻ്റെ വേർഷിപ്പ് എങ്ങനെയായിരുന്നു, ഇതൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു മാറ്റം നടന്നത്. അതാണ് നമ്മൾ പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ദയാനന്ദ സരസ്വതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആര്യസമാജ് ആൻഡ് അതിൻ്റെ ഐഡിയോളജി, ഇതും കുറച്ച് നമ്മൾ ഡീപ്പായിട്ട് പോകണം. പിന്നെ ഈ ആര്യസമാജിൻ്റെ ഡിഫറൻസ് എന്താണ് പറയല്, അതിൻ്റെ ബ്രാഞ്ചുകളായിട്ട് തിരിയുന്ന ഹാൻസ് രാജ്, മുൻഷിറാം, അതുപോലെ അതിൻ്റെ എന്താണ് പറയല്, നമ്മൾ ഇങ്ങനെ പറയല് കോളേജ് ലെവൽ, അതുപോലെ തന്നെ ഗുരുകുൽ ലെവൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ ബ്രഹ്മസമാജിനും ഒരുപാട്, ഇന്ത്യൻ ബ്രഹ്മസമാജ്, ആദി ബ്രഹ്മസമാജ് എന്നൊക്കെ പറഞ്ഞ വേറെ സ്പ്ലിറ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. അതേസമയം ഇപ്പോൾ ഒരു ദേവസമാജിനെ പറ്റി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇത്രയും ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ പഠനം പ്ലാൻ ചെയ്യണം. പിന്നെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, ജ്യോതിബ ഫൂലെ, അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വുമൺ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ വുമൺസ് കോൺഫറൻസ് എന്ന് പറയുന്നത്, അതിലെ റിഫോമേഴ്സ്, ഈ നിങ്ങൾ PYQ എടുക്കുക, അതിനകത്ത് വുമൺസിനെ പറ്റി ചോദിക്കുന്ന ഭാഗങ്ങൾ എടുക്കുക, അന്ന് ഡീപ്പായിട്ട് നോക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തതാണ് നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗാന്ധിയുടെ മുൻപും ഗാന്ധിയുടെ ശേഷവും നമുക്ക് തിരിക്കാനായിട്ട് പറ്റും എന്നുള്ളത് തന്നെയാണ്. സോ ഗാന്ധിയുടെ മുൻപ് ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ എന്താണുള്ളത്, ഫിറോസ് മേത്ത, അതുപോലെയുള്ള ഗോപാലകൃഷ്ണ ഗോഖലെയൊക്കെ ഉണ്ട്. പിന്നെ എക്സ്ട്രീമിസ്റ്റിൽ തിലക് ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് തുടങ്ങിയുള്ള ആൾക്കാരൊക്കെ വരുന്നു. ആൻഡ് അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് റവല്യൂഷണറി ഓർഗനൈസേഷൻസ് ഉണ്ട്, അറിയുന്നുണ്ടാവും. അതിനകത്തുള്ള ലീഡേഴ്സ്, അതിൽ അനുശീലൻ സമിതി, അഭിനവ് ഭാരത്, ഗദർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മൂവ്മെൻറ്റുകൾ. പിന്നെ ഒരു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ലെഫ്റ്റിസ്റ്റ് മൂവ്മെൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. ദെൻ ഇവിടെ ഈ പറഞ്ഞ നാഷണലിസവുമായിട്ട് ബന്ധപ്പെട്ട് റവല്യൂഷണറി സവർക്കർ, രാജ് ബിഹാരി ബോസ്, ഭഗത് സിംഗ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. ഈ സവർക്കറിനെ സംബന്ധിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ അതിൽ ഗാന്ധിയൻ ഇറ വരും. ഗാന്ധിയൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചമ്പാരൻ, നോൺ കോപ്പറേഷൻ, സിവിൽ ഡിസൊബീഡിയൻസ്, ക്വിറ്റ് ഇന്ത്യ, ഇതൊക്കെ നമ്മൾ അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ പോകണം എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ ക്വിറ്റ് ഇന്ത്യ എന്നായിരുന്നു, ഓഗസ്റ്റ് ക്രാന്തി എന്താണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ കുറച്ച് ഡീപ്പായിട്ടാണ് വരിക. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ എനിക്ക് അറിയാമെന്ന് വിചാരിച്ചിരുന്നാലും അവിടെ നിന്ന് എക്സാം വരുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ അയ്യോ ഇതെനിക്കറിയില്ലായിരുന്നു എന്ന് തോന്നുന്നത്. പറഞ്ഞു വരുന്നത് അങ്ങനത്തെ ഭാഗങ്ങൾ നമ്മൾ കുറച്ച് ആഴത്തിൽ പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. കുറച്ചുകൂടിയൊക്കെ നമ്മൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രഹ്മസമാജിനൊക്കെ പറ്റി ചോദ്യം ചോദിക്കുകയാണെങ്കിൽ എന്നാണ് ബ്രഹ്മസമാജ് ഫോം ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എന്താ പറയുക രാജാറാം മോഹൻ റോയുടെ ഓർഗനൈസേഷൻ, ആ രീതിയിലേക്കുള്ളൊരു ചോദ്യം റയറായിട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അങ്ങനെ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെല്ലാവർക്കും ഉത്തരം എഴുതാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമായിരിക്കും. സോ ഇവിടെ പറഞ്ഞു വന്നത് അങ്ങനത്തെ ഭയങ്കര പോപ്പുലർ ആയിട്ടില്ല, നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഡീപ്പായിട്ട് തന്നെ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇതിന് അടുത്തത് ഐഡിയോളജിക്കൽ ഡിബേറ്റ് ആണ്. ബോംബെ മാനിഫെസ്റ്റോ, ഇങ്ങനെയുള്ള ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരും. സോഷ്യലിസ്റ്റ് പാംഫ്ലെറ്റ്, ഇതൊക്കെ നമ്മുടെ സിലബസിനകത്ത് നമ്മുടെ ക്വസ്റ്റ്യനിൽ നേരത്തേക്ക് വന്നിട്ടുള്ളതാണ്. പിന്നെ മുസ്ലിം ലീഗ് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അതിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ ഫോർമേഷൻ്റെ ഭാഗമായിരുന്ന ആൾക്കാർ 1906 ധാക്കയിൽ നവാബ് സലീമുള്ള ഖാൻ, ആക്ക ഖാൻ, മുസ്ലിം മുൽക്ക് ഇവരൊക്കെയാണ് ചെയ്തിട്ടുള്ളത് മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്നത്. പിന്നെ മുസ്ലിം ലീഗ് തുടക്കത്തിലൊക്കെ അവരുടെ ഒരു ഇട്ടാവട്ടം
തുടക്കം നടന്നത് ലക്നൗ, ധാക്ക ഈ റീജിയനൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് ഈ 1912 എന്ത് ചെയ്യുന്നത്, കൽക്കട്ടയിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു കോൺഫറൻസ് നടക്കുന്നത്. ആ സമയത്താണ് ശരിക്കും അതിനൊരു പാൻ ഇന്ത്യൻ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കളക്റ്റീവായിട്ടുള്ള കുറച്ചുകൂടി ഒരു ബ്രോഡ് ലെവലിലേക്ക് അതിനെ മാറ്റാൻ അവർ തീരുമാനിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, പാർട്ടീഷൻ ഓഫ് ബംഗാൾ 1911 ആനുവൽമെന്റ് നടക്കുന്നത്. 1905 പാർട്ടീഷൻ നടക്കുന്നത്. സോ 11 പാർട്ടീഷൻ പിൻവലിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, മുസ്ലിം ലീഗിന് അത്ര ഇഷ്ടമായിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയുന്നത് വിചാരിക്കുന്നു. എന്തായാലും കൽക്കട്ടയിലെ കോൺഫറൻസ് ഒക്കെ നടക്കുന്നത് അതിന് ശേഷമാണ്. എന്തായാലും ഇതൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതിന് അടുത്തത് ഇൻഡിപെൻഡൻസിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ ചേഞ്ചസ് ഉണ്ട്. അതിൽ ഒരുപാട് പ്രപ്പോസൽസ് ഉണ്ട്, ഒരുപാട് പ്ലാനുകളുണ്ട്, ഒരുപാട് മിഷൻസ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അവിടേക്ക് വരുമ്പോൾ അതിൻ്റെ ചെയർമാൻ, അതിൻ്റെ ഇയർ, ഇതാണ് ഭയങ്കര കാര്യമായിട്ട് നോക്കേണ്ടത്. പ്രത്യേകിച്ച് അതിൻ്റെ മാസവും ദിവസവും നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഗതി. ഒക്കെ നമ്മൾ കോഡ് ചെയ്തിട്ട് പഠിക്കുക. അതാണ് അതിലുള്ള സ്ട്രാറ്റജിക് മൂവ് എന്ന് പറയുന്നത്. അതിന് അടുത്തത് വരുന്നത് മോഡേൺ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഈ ഒരു എന്താണ് പറയല്, പൊളിറ്റിക്കൽ ഹിസ്റ്ററിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് അവിടെ വരും. ആ ന്യൂസ് പേപ്പേഴ്സിൻ്റെ എഡിറ്റേഴ്സ് കേസരി, ഹിന്ദു പാട്രിയോട്ട്, യങ് ഇന്ത്യ, അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണോ. ആൻഡ് അതിൻ്റെ എഡിറ്റേഴ്സ് ആരൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ്, ഏത് വർഷത്തിലാണ് വന്നിട്ടുള്ളത്, അതിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനുണ്ടാവും, ഏത് റീജിയൻ ആണെന്നുള്ളത് ചോദിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ ലിറ്ററേച്ചറിനകത്ത് നീൽ ദർപ്പൺ, അതുപോലെ തന്നെ ഈ ദിനബന്ധു മിത്രനെ സംബന്ധിച്ച്, ബങ്കിം ചന്ദ്ര ചാറ്റർജിനെ സംബന്ധിച്ചൊക്കെ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഓട്ടോബയോഗ്രഫിക്കൽ വർക്കുകളൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ നെഹ്റുവിൻ്റെ ഓട്ടോബയോഗ്രഫി, ഇങ്ങനെയുള്ള ഓട്ടോബയോഗ്രഫിക്കൽ വർക്കുകൾ എക്സാമിന് പലപ്പോഴും വന്നിട്ടുണ്ട്. പിന്നെ എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ള ചേഞ്ചുകൾ 1813 ചെയ്യുന്നത്. ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ എഡ്യൂക്കേഷൻ ഒരു 1 lakh rupees നീക്കി വെക്കുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നത്, 1835 ഓറിയന്റലിസ്റ്റ് ഓക്സിഡന്റലിസ്റ്റ് കോൺട്രവേഴ്സിക്ക് ഒരു തീരുമാനമാവുന്നത്, മക്കാളെ മിനിറ്റ് വരുന്നത്. പിന്നെ വോട്ട്സ് ഡെസ്പാച്ച് വരുന്നു, ഹണ്ടർ കമ്മീഷൻ വരുന്നു, സാഡ്ലർ കമ്മീഷൻ, സർജൻ പ്ലാൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചേഞ്ചസ് എഡ്യൂക്കേഷനകത്ത് ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമ എന്ന് പറയുന്നത് ഇത്രയും ആലോചിക്കാം, സിനിമയെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ദർ ഇസ് നോ ഡൗട്ട്. ബട്ട് നിങ്ങൾക്ക് സിനിമയെ സംബന്ധിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ PYQ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമയെ സംബന്ധിച്ച് ഒരു 5 ചോദ്യം വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ആൻസർ 4 അല്ലെങ്കിൽ 3 to 4 ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. ഇത്ര നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഇൻ എ സേഫസ്റ്റ് സോൺ. അത്രയല്ലോ ബാക്കിയുള്ളവർക്കാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുക. ബാക്കി വരുന്നൊക്കെ എന്തായിരിക്കും, ഫ്രഷ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ എല്ലാ ടേമിനും സിനിമയെ സംബന്ധിച്ച് ചോദിക്കാറില്ല. ലാസ്റ്റ് എക്സാമിൽ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നിന്ന് പോലും ചോദ്യം വന്നിട്ടില്ല. സോ ഒരു ഭയങ്കര അൺപ്രഡിക്റ്റീവ് ആയിട്ടുള്ളൊരു സംഗതിയാണിത്. ബട്ട് സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യമുള്ള മാർക്ക് കണ്ടെത്താനുള്ള മാർക്കും അതിൻ്റെ പ്രഡിക്ഷൻ നമുക്ക് നടത്താൻ പറ്റും. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. അതായത് നമുക്ക് ശരിക്കും 100-ൽ 100 അല്ലെങ്കിൽ 300-ൽ 300 മാർക്ക് വാങ്ങി നെറ്റ് ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് കിട്ടിയാൽ മതി. അതിന് നിങ്ങളൊരു 30 ക്വസ്റ്റ്യൻ വരെ, അതായത് നിങ്ങൾ 30 ക്വസ്റ്റ്യൻ എന്നല്ല 30% വരെ നിങ്ങൾ ഒഴിവാക്കിയാൽ ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങൾ ഈവൻ ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് JRF കിട്ടുമെന്നുള്ളതാണ്. സോ അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. അപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റിക്കാനില്ലെങ്കിൽ തെറ്റിച്ചു എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യാനുള്ള പ്രാക്ടിക്കൽ അല്ല. ഈവൻ കവർ ചെയ്ത് കഴിഞ്ഞാലും അത് മാത്രമേ വരൂ നമുക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. അതിൻ്റെ പ്രത്യേകത. അടുത്തത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ എന്നുള്ളതാണ്. അവിടുന്ന് വലിയൊരു ഏരിയയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിച്ചു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി കുറവുള്ളൊരു ഏരിയയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അറിയുന്ന കുറേ സംഗതികൾ ഉണ്ടായിരിക്കും. ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്, സർദാർ പട്ടേൽ, PP മേനോൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് അവിടെ നിന്ന് നമ്മൾ ആവശ്യമുള്ളത് മാത്രം എടുക്കുക. നമ്മൾ പഠിച്ച സംഗതികൾക്കൊന്ന് റിവൈസ് ചെയ്യുക, ഈസിയാണ്, കുഴപ്പമില്ല. പിന്നെ സ്റ്റേറ്റ് ഫോർമേഷൻ, പിന്നെ എമർജൻസി, അതുപോലെയുള്ള ഇന്ത്യ ചൈന റിലേഷൻസ്, ഇന്ത്യ പാക് റിലേഷൻസ്, ഇതൊക്കെ എക്സാമിൻ്റെ സിലബസിലുള്ള പറഞ്ഞു വരുന്നത് 1991 LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒക്കെയാണ്. ബട്ട് സ്റ്റിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആവശ്യമൊക്കെ റീസെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതൊക്കെ എക്സാമിന് വരും എന്നുള്ളത് തന്നെയാണ്. ബട്ട് നമുക്കെന്താണ്, ഒരു പരിധി വരെ ഇവിടെ സേഫ് ആയിട്ടുള്ള രീതിയിലുള്ളത് നമ്മൾ പഠിക്കുക എന്നതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ സമയം ഒരുപാട് അവിടെ നഷ്ടപ്പെടും. സോ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് നമ്മൾ പഠിക്കണം. ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പൊറ്റി ശ്രീരാമലുവിൻ്റെ ഇൻസിഡൻറ്റ്, ആൻഡ് പിന്നീട് 1956 വന്നിട്ടുള്ള സ്റ്റേറ്റുകൾ, ആൻഡ് ലേറ്റർ ഫോം ചെയ്തിട്ടുള്ള സ്റ്റേറ്റുകൾ, ഏത് സ്റ്റേറ്റിൽ നിന്ന് ഫോം ചെയ്താണ് മറ്റുള്ള സ്റ്റേറ്റുകൾ എന്നുള്ളതൊക്കെ പഠിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഏരിയയിലേക്ക് പോവുകയാണ്. തീർന്നിട്ടോ, കഴിഞ്ഞ്. ഓക്കെ, യെസ്, അവസാനത്തെ ഒരു സ്ലൈഡാണ്. ഇത്രയേ ഉള്ളൂ. ഹിസ്റ്റോറിയോഗ്രാഫി എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ ഒരുപാട് സംഗതികൾ പഠിക്കാനുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
പഠിക്കുന്നതിനനുസരിച്ച് യൂട്ടിലിറ്റി കുറവുള്ള ഒരു ഏരിയയാണ്. എന്ന് വെച്ചാൽ നമുക്ക് സ്കിപ്പ് ചെയ്യുന്നത് നഷ്ടമാവുന്ന ഒരു ഏരിയയാണ്. കാരണം നമ്മൾ കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 10 ചോദ്യം വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു 6 to 7 ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ആൻഡ് കുറേ നോക്കണം പിന്നീട് അങ്ങോട്ടുള്ള 7 to 10 ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതണമെങ്കിൽ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു 6-7 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയൊരു പ്രിപ്പറേഷൻ ഇല്ലാതെ തന്നെ ഉത്തരം എഴുതാൻ പറ്റും. അതേസമയം പിന്നുള്ളൊരു 3 അല്ലെങ്കിൽ ഒരു 2-3 ക്വസ്റ്റ്യൻ നമ്മൾ ഉത്തരം എഴുതണമെങ്കിൽ നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നാണ്. സോ നമ്മൾ ലൈം ലൈറ്റിലുള്ള ഏരിയ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഹിസ്റ്റോറിയോഗ്രാഫി നിങ്ങൾ നെറ്റ് എക്സാം എന്നുള്ളതിലുപരി ഒരു ഹിസ്റ്ററി സ്റ്റുഡൻറ്റ് എന്നുള്ളവർക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ തന്നെയാണ്. സോ അവിടെ നമ്മൾ റൈറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി, ഹ്യൂറിസ്റ്റിക്സ്, ഹെർമനോട്ടിക്സ്, ഹിസ്റ്റോറിക്കൽ മെത്തേഡൊക്കെ പഠിക്കുക. പിന്നെ ഒരുപാട് ഹിസ്റ്റോറിയൻസിനെ സംബന്ധിച്ച് അവരുടെ വർക്കിനെ സംബന്ധിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ സ്കൂളുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓറിയൻ്റലിസ്റ്റ്, നാഷണലിസ്റ്റ്, കാംബ്രിഡ്ജ്, സബാൾട്ടൺ, മാർക്സിസ്റ്റ് ഇങ്ങനെയുള്ള സ്കൂളുകളെ സംബന്ധിച്ച് അതിലെ പ്രധാനപ്പെട്ട സ്കോളേഴ്സിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ വെസ്റ്റേൺ തിങ്കേഴ്സ്, റാങ്കിനൊക്കെ പറ്റി ഇഷ്ടംപോലെ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. മാക്സിനെ സംബന്ധിച്ച്, സ്പെങ്ലറിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ഫൂക്കോ, അതുപോലെയുള്ള പോസ്റ്റ് മോഡേണിസ്റ്റ് തോട്ടിൻ്റെ ആൾക്കാർ, ടോയിൻബീനെ സംബന്ധിച്ച് അർണോൾഡ് ടോയിൻബി, അതുപോലെയുള്ള ഒരുപാട് സ്കോളേഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അഗെയിൻ ഐ റെക്കമെൻഡ് യു ടു റെഫർ PYQ. ദെൻ അടുത്തത് സോഴ്സുകളെ സംബന്ധിച്ചാണ്. നമ്മൾ തുടക്കത്തിലെ കുറേ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ ഒരു പേർഷ്യൻ ഇങ്ങനെയുള്ള സോഴ്സുകൾ ആൻഡ് ഓൾസോ ഏൻഷ്യൻ്റ് ഇന്ത്യയിലെ നമ്മളൊരുപാട് ലിറ്ററേച്ചർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നെറ്റ് എക്സാമിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഒരു എന്താണ് പറയുക, ക്രൊണോളജിക്കലി തന്നെ കാര്യങ്ങൾ ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ ഈ ഒരു സെഷൻ കണ്ടതിലൂടെ നിങ്ങൾക്ക് ക്രൊണോളജി എങ്ങനെയാണ് ഏൻഷ്യൻ്റിൻ്റെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഓൾസോ അതിനകത്ത് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് എവിടെയാണ് എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് എഗെയിൻ ഐ എം ഗോയിങ് ടു റിപ്പീറ്റ്. നമ്മൾ ജെമിനിയൊക്കെ പറയില്ലേ, ഞാൻ എന്താണ് പറയല്, ഈ മരുന്ന് സംബന്ധമായിട്ടുള്ള റെക്കമെൻഡേഷൻ നൽകാറില്ല, നിങ്ങൾ ഡോക്ടറുടെ ഉപദേശം തേടണം എന്നൊക്കെ പറയുന്ന പോലെ നെറ്റ് എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് അത് ഒരു വലിയ ഏരിയ, അതിലൊരു സംശയമല്ല. നിങ്ങൾ ഇത്രയും ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു വലിയ ഒരു ഉയർന്ന മാർക്ക് അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് കിട്ടും എന്നുള്ളതാണ്. ബാക്കി കുറേ സംഗതികൾ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ അതിനകത്ത് ആഡ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. അതും നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുക, അതും നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ് കിട്ടും. അതുപോലെ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓറിയൻറ്റേഷൻ എന്നുള്ളത് PYQ ആവണം എന്നുള്ളതാണ്. PYQ അതുപോലെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അപൂർവമാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ നന്നായിട്ട് PYQ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. വെരി സോറി ഫോർ ദ ലെങ്തി സെഷൻ. വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഈവൻ എന്താണ് ഞാൻ ഹെൽത്ത് വൈസ് അത്ര ഓക്കെ ഒന്നല്ല, ബട്ട് സ്റ്റിൽ ഇത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഇതിനുവേണ്ടി ഞാൻ ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഹെൽപ്ഫുൾ ആണ് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കമൻറ്റിലൊക്കെ നിങ്ങളെ സന്തോഷം അറിയിക്കുക. ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ആരെങ്കിലുമൊക്കെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ നോക്കുന്നൊരു സംഗതി എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അതേസമയം ഈ വീഡിയോ കാണുന്നതിൽ ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ 69% ഐ തിങ്ക് അല്ലെങ്കിൽ 67 ഇത്രയും ആൾക്കാർ എന്ത് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് വാച്ച് ചെയ്യുന്നതെന്നാണ് യൂട്യൂബ് പറയുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അതും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്കിതിനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും കൂടുതൽ സെഷൻസ് നമ്മൾ ചെയ്യും. ഞാനിതിനകത്ത് ബാക്കി വെച്ചിട്ടുള്ള ഇത് നമ്മൾ നോക്കണം അത് നോക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പല രീതിയിൽ പല ഘട്ടങ്ങളിലായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരുടെയും എല്ലാവിധ സഹകരണങ്ങളും പിന്തുണയും ഉണ്ടാവണം എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ദി ഫൈനൽ തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ എന്ത് ചെയ്യാം, ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാവുക. അവിടെ നമ്മൾ പോളുകൾ ഷെയർ ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽസ് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇതുവരെ നിങ്ങളതിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ചേർത്ത് എല്ലാവരും കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നോളൂ, നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്ത ഒരു സെഷനായിട്ട് വരാം. ബൈ.